ഹലോ ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരള അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ വരുന്ന ദുരന്ത നിവാരണ നിയമം എന്ന് പറയുന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ദുരന്ത നിവാരണ നിയമത്തെ കുറിച്ച് പഠിക്കുന്നതിന് മുൻപ് എന്താണ് ദുരന്തം എന്ന് നമുക്ക് അറിയണ്ടേ? എന്താണ് ഒരു സംഭവത്തെ നമ്മൾ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാനുള്ള ഒരു മാനദണ്ഡം എന്താണ്? അപ്പൊ ഒരു ദുരന്തത്തിനെ നമ്മള് ഒരു ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് 10 പേർ മരിക്കുകയോ, 100 പേർക്ക് ദുരിതം ഉണ്ടാവുകയോ ചെയ്യുന്ന സാഹചര്യത്തെ നമുക്ക് എന്ത് വിളിക്കാം? അതിനൊരു ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 10 പേർ മരിക്കുകയോ, 100 പേർക്ക് ദുരിതം ഉണ്ടാവുകയോ ചെയ്യുന്ന സാഹചര്യമാണ് ഒരു ദുരന്തം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പോ ഒരു സിറ്റുവേഷൻ ആണ്. കേന്ദ്ര സർക്കാർ അതിനെ ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്കതൊരു ദുരന്തമായിട്ട് പറയാം. പിന്നെ അന്താരാഷ്ട്ര തലത്തിൽ നമുക്ക് സഹായം തേടേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ നമുക്കതിനെ എന്തായിട്ട് പറയാം? ഒരു ദുരന്തമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ കേന്ദ്ര സർക്കാർ ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ച ഒരു സിറ്റുവേഷൻ ആയിരുന്നു നമ്മുടെ കോവിഡ്-19 ഒക്കെ അല്ലെ. അപ്പൊ ഇതൊന്ന് അറിഞ്ഞു വെക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് 10 പേർ മരിക്കുകയോ 100 പേർക്ക് ദുരിതം ഉണ്ടാവുകയോ ചെയ്യുന്ന സാഹചര്യമാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഒരു ദുരന്തമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി അടുത്തത്, ഈ ദുരന്തത്തെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ്, നമ്മുടെ കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമമാണ് ദുരന്ത നിവാരണ നിയമം. ദുരന്ത നിവാരണ നിയമം. ഈ ദുരന്ത നിവാരണ നിയമം രാജ്യസഭ പാസ്സാക്കിയത്, ഈ ഡേറ്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. രാജ്യസഭ പാസ്സാക്കിയത് 2005 നവംബർ 28-നാണ്. 2005 നവംബർ 28-നാണ് രാജ്യസഭ ഇത് പാസ്സാക്കിയത്. ലോക്സഭ പാസ്സാക്കിയതോ 2005 ഡിസംബർ 12-നാണ്. 2005 ഡിസംബർ 12-നാണ് ലോക്സഭ ഇത് പാസ്സാക്കിയത്. ഇനി രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടു കൂടി നിയമം നിലവിൽ വന്നത്, വെരി ഇമ്പോർട്ടന്റ് ഡേറ്റ്, 2005 ഡിസംബർ 23-ന്. 2005 ഡിസംബർ 23-നാണ് രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടു കൂടിയിട്ട് ഈ നിയമം നിലവിൽ വന്നത്. അപ്പൊ ശ്രദ്ധിച്ചേ, പറഞ്ഞേ, രാജ്യസഭ പാസ്സാക്കിയത് 2005 നവംബർ 28-നാണ്. ലോക്സഭ പാസ്സാക്കിയതോ ഡിസംബർ 12-നും ഡിസംബർ 23-ന് രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടു കൂടി ഈ നിയമം നിലവിൽ വരികയും ചെയ്തു. സെറ്റലെ 2005 ഡിസംബർ 23-ന് ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്നു. ഇനി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി വന്നത് ഈ നിയമത്തിന് നമ്മുടെ നിയമം പാസ്സാക്കിയതിന്റെ കീഴിൽ എന്ത് വന്നു? ഒരു അതോറിറ്റി സ്ഥാപിതമായി. NDMA, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. NDMA, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി. ഇത് നിയമം വരുന്നതിന് മുൻപ് തന്നെ 2005 മെയ് 30-ന് സ്ഥാപിതമായിരുന്നു. 2005 മെയ് 30-ന് തന്നെ NDMA സ്ഥാപിതമായിരുന്നു. എന്നാൽ നമ്മുടെ നിയമം മൂലം 2005 ഡിസംബർ 23-ന് നമ്മുടെ നിയമം പാസ്സാക്കിയതിന് ശേഷം നമ്മുടെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇത് ഔപചാരികമായിട്ട് എന്ത് ചെയ്തു? രൂപീകരിക്കപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ കീഴിൽ ഇത് അധ്യക്ഷതയിൽ ഔപചാരികമായിട്ട് രൂപീകരിക്കപ്പെട്ട ഡേറ്റ് ചോദിക്കാം. NDMA നിയമം മൂലം സ്ഥാപിക്കപ്പെട്ടത് 2006 സെപ്റ്റംബർ 27-നാണ്. എന്നാടാ? 2006 സെപ്റ്റംബർ 27-നാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമായത്. ഒന്നുകൂടെ പറഞ്ഞേ, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമായത് 2006 ഡിസംബർ 27-ന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഔപചാരികമായിട്ട് ഇത് രൂപീകരിക്കപ്പെട്ടു. ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഈ NDMA ആണ് ഇന്ത്യയുടെ ദുരന്ത നിവാരണത്തിന്റെ പരമോന്നത സ്ഥാപനം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ എന്തെങ്കിലും വലിയ ദുരന്തം സംഭവിക്കുകയാണെങ്കിൽ അതിന് മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഈ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് അതിന് മേൽനോട്ടം വഹിക്കേണ്ടത്. ഇനി NDMA ആദ്യ ദേശീയ ദുരന്ത നിവാരണ പദ്ധതി തയ്യാറാക്കിയത് എപ്പോഴാണ്? 2016-ലാണ് NDMA ആദ്യ ദേശീയ ദുരന്ത നിവാരണ പദ്ധതി തയ്യാറാക്കിയത്. 2016-ലാണ്. ഇനി എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, നമ്മുടെ NDMA ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? ആനുവൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? അത് കേന്ദ്ര സർക്കാരിനാണ് സമർപ്പിക്കുന്നത്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? അത് കേന്ദ്ര സർക്കാരിനാണ്, കേന്ദ്ര ഗവൺമെന്റിനാണ് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അപ്പൊ ഈ സ്ലൈഡും സെറ്റാക്കിയേ. 2005 മെയ് 30-ന് തന്നെ ഇത് സ്ഥാപിതമായിരുന്നു. എന്നാൽ നിയമം മൂലം ഇത് സ്ഥാപിതമായത് 2006 സെപ്റ്റംബർ 27-നാണ്. ഇനി ഇതിന്റെയിലുള്ള എല്ലാ ദുരന്തങ്ങൾക്കും മേൽനോട്ടം വഹിക്കുന്ന പരമോന്നത സ്ഥാപനം NDMA ആണ്. ഇവര് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ്.
ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഇവിടെയുണ്ട്. ഏത് സെക്ഷൻ പ്രകാരമാണ് ഇത് നിയമിതമായത്? NDMA 2005 നിയമപ്രകാരം ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 3 സബ് ക്ലോസ് 1 സെക്ഷൻ 3 പ്രകാരമാണ് സ്ഥാപിതമായത്. സെക്ഷൻ 3 പ്രകാരമാണ് ഇത് സ്ഥാപിതമായത് എന്നും കൂടെ ഇവിടെ ഓർത്തു വെച്ചേക്കാം. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഭാഗം, നമ്മുടെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? എവിടെയാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്? ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ഇനി ഇതിന്റെ ചെയർമാൻ ആര്? ഇതിന്റെ ചെയർമാൻ നമ്മുടെ പ്രധാനമന്ത്രിയാണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? ചെയർമാൻ നമ്മുടെ പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ ആണ്. പ്രധാനമന്ത്രിയാണ് നമ്മുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്, പ്രധാനമന്ത്രിയാണ് നമ്മുടെ ചെയർമാൻ. ഇനി ഇതിൽ എത്ര അംഗങ്ങളുണ്ട്? ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട്? ചെയർമാൻ ഉൾപ്പെടെ എത്ര അംഗങ്ങളാ ഉള്ളത്? 10 അംഗങ്ങൾ. ചെയർമാൻ ഉൾപ്പെടെ 10 അംഗങ്ങളാണ് ഉള്ളത്. ചെയർമാൻ ഉൾപ്പെടെ 10 അംഗങ്ങളാണ് ഏതിനുള്ളത്? ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിലുള്ളത്. അതിന്റെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രിയാണ് അതിന്റെ ചെയർമാൻ. പ്രധാനമന്ത്രി ചെയർമാൻ ആയിട്ടുള്ള ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ചെയർമാൻ ഉൾപ്പെടെ 10 അംഗങ്ങളാണ് ഉള്ളത്. 10 അംഗങ്ങളാണ് ഉള്ളത്. ഈ 10 അംഗങ്ങളെ, ബാക്കിയുള്ള ചെയർമാൻ ഒഴികെയുള്ള ബാക്കി 9 അംഗങ്ങളെ ആരാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്? അത് നമ്മുടെ ചെയർമാൻ ആയിട്ടുള്ള പ്രധാനമന്ത്രി തന്നെയാണ് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത്. മറ്റ് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ചെയർമാൻ ആയിട്ടുള്ള പ്രധാനമന്ത്രി തന്നെയാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്. ഇനി ഒരു പ്രത്യേകത എന്താണ്? ഈ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങളിൽ നിന്നും ഒരാളെ നമ്മുടെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർപേഴ്സൺ ആയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ വൈസ് ചെയർപേഴ്സൺ ആയിട്ട് നമ്മുടെ ഈ 9 അംഗങ്ങൾ ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ട്? സെലക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഒന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്തേ. 2006 സെപ്റ്റംബർ 27 നിയമം മൂലം സ്ഥാപിതമായി. ഇതാണ് പരമോന്നത സ്ഥാപനം എന്ന് പറയുന്നത്. റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്. പിന്നെ ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രിയാണ് ചെയർമാൻ വരുന്നത്. എത്ര അംഗങ്ങളുണ്ട്? ചെയർമാൻ ഉൾപ്പെടെ 10 അംഗങ്ങൾ. ചെയർമാൻ ഉൾപ്പെടെ 10 അംഗങ്ങൾ. ഇവരൊക്കെ നാമനിർദ്ദേശം ചെയ്യുന്നതും ആര് തന്നെയാണ്? നമ്മുടെ ചെയർമാൻ ആയിട്ടുള്ള പ്രധാനമന്ത്രി തന്നെയാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്. പിന്നെ ഈ 9 അംഗങ്ങളിൽ നിന്നും ഒരാളെ ആരായിട്ടും സെലക്ട് ചെയ്യുന്നു? വൈസ് ചെയർപേഴ്സൺ ആയിട്ടും എന്ത് ചെയ്യുന്നു? നിയോഗിക്കുന്നു. ഇത്രയും ഐഡിയ നിങ്ങൾ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കണം. ഇനി അടുത്ത ഹീറോ നമ്മുടെ ആരാണ്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഈ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ദേശീയ ദുരന്ത നിവാരണ നിയമം 2005 പ്രകാരം ഒരു സംസ്ഥാനം, ഇന്ത്യയിൽ ആദ്യമായിട്ട് ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച ആദ്യത്തെ സംസ്ഥാനം എന്നത് നമ്മുടെ കേരളമാണ്. അപ്പൊ കേരളത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ 2005 നിയമപ്രകാരം ഈ നിയമപ്രകാരം എന്ത് സ്ഥാപിതമായത്? ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച ആദ്യത്തെ സംസ്ഥാനം ഏത് എന്നൊരു ക്വസ്റ്റ്യൻ വരും. ആരാണത്? ഉത്തരം കേരളമാണ്. 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ് മക്കളെ? കേരളമാണ്. അപ്പൊ കേരളത്തിന്റെ കീഴിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മുടെ കേരളം ഈ നിയമപ്രകാരം കേരളത്തിൽ ഇതിന്റെ ആസ്ഥാനം എവിടെയായിരിക്കണം, എത്ര പേര്, അങ്ങനെ ഇങ്ങനെയുള്ള വകേറെ കുറച്ച് ചട്ടങ്ങൾ കേരളം ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചട്ടങ്ങൾ കൊണ്ടുവന്നു. ആ ചട്ടങ്ങൾ കൊണ്ടുവന്നത് 2007 ചട്ടങ്ങൾ കൊണ്ടുവന്നത് 2007 2007 ചട്ടങ്ങൾ കൊണ്ടുവന്നു. ഇനി 2005 നിയമപ്രകാരം ദുരന്ത നിവാരണ അതോറിറ്റി കേരളം സ്ഥാപിച്ചത് 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം. ഇനി ഇത് ബന്ധപ്പെട്ട് കുറച്ച് റൂൾസ് ഇറക്കിയത് എപ്പോഴാണ്? 2007. ഇനി കേരളം ദുരന്ത നിവാരണ ഒരു നയവും ആവിഷ്കരിച്ചിട്ടുണ്ട് കേരളം. അത് ഏത് വർഷമാണ്? അത് 2010 കേരളം എന്ത് ചെയ്തത്?
കേരള ദുരന്ത നിവാരണ നയം ആവിഷ്കരിച്ചത്. കേരള ദുരന്ത നിവാരണ നയം ആവിഷ്കരിച്ചത് 2010. 3 വർഷം ആലോചിച്ച് നോക്കിയേ. 2005 നിയമം സ്ഥാപിതമായി. ആ നിയമപ്രകാരം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച സംസ്ഥാനം നമ്മുടെ കേരളം. കേരളം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചട്ടങ്ങൾ ഇറക്കി. അത് 2007. ഇനി ദുരന്ത നിവാരണ നയം ആവിഷ്കരിച്ച വർഷം എന്ന് ചോദിച്ചാലോ, അത് 2010 മറക്കത്തില്ലല്ലോ. ഇനി 2005 ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് കേരളം എന്ത് സ്ഥാപിച്ചത്? ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ചത് നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു. ഏത് ചാപ്റ്റർ, ഏത് വകുപ്പ് പ്രകാരം? ശ്രദ്ധിച്ചേ. അധ്യായം 3 വകുപ്പ് 14 പ്രകാരം. അധ്യായം ചാപ്റ്റർ 3 ഇവിടെ എഴുതിയ നിങ്ങൾക്ക് കാണും തോന്നുന്നു. ചാപ്റ്റർ 3 എത്രയാണ് ആർട്ടിക്കിൾ? വകുപ്പ് എത്രയാണ്? വകുപ്പ് 14 പ്രകാരം. മാറിപ്പോവരുത്. അധ്യായം 3 വകുപ്പ് 14 പ്രകാരം എന്ത് സ്ഥാപിതമായി? നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമായി. കേരളത്തിലെ എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ എവിടെയും ഒരു ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമം ഏതിലാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്? ചാപ്റ്റർ 3 വകുപ്പ് 14 ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ചാപ്റ്റർ 3 വകുപ്പ് 14 ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ എന്തിട്ടുള്ളത്? നമ്മുടെ 2005 നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അത് പ്രകാരമാണ് ഇന്ത്യയിൽ കേരളത്തിൽ എന്ത് സ്ഥാപിതമായത്? ആദ്യത്തെ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമായത്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം, ഇതൊരു നിയമപ്രകാരം സ്ഥാപിതമായതല്ലേ? ഇതെന്ത് ബോഡിയാണ്? ഇതൊരു നിയമപരമായി സ്ഥാപിക്കപ്പെട്ട ബോഡിയാണ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. അപ്പൊ ഇതൊരു നിയമപരമായിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. അപ്പൊ ഭരണഘടനാ സ്ഥാപനമാണ് എന്നുള്ള രീതിക്ക് പ്രസ്താവന തരും. ഒരു നിയമം മൂലം സ്ഥാപിതമായത് കൊണ്ട് ഇതെന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് കാര്യം, ഇതിന് സ്വയം ഭരണമുണ്ടോ? ഇതിന് സ്വയം ഭരണ അധികാരമുണ്ടോ? ഇല്ല. ഇതിനെന്തില്ല? സ്വയംഭരണ അധികാരം നമ്മൾ നൽകിയിട്ടില്ല. ഇവരാരുടെ കീഴിലാ പ്രവർത്തിക്കേണ്ടത്? സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് ഇവര് പ്രവർത്തിക്കുന്നത്. ആരുടെ നിയന്ത്രണത്തിലാണ്? സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വയംഭരണ അധികാരം ഇല്ലാത്ത അതോറിറ്റിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഒന്നും കൂടെ ഒന്ന് വന്നേ. 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം ഇന്ത്യയിലെ തന്നെ ആദ്യമായിട്ട് ഒരു ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച സംസ്ഥാനം നമ്മുടെ കേരളം. ഇത് പ്രകാരം കേരളം കുറച്ച് ചട്ടങ്ങൾ ഇറക്കി 2007. നയം ആവിഷ്കരിച്ചത്, ദുരന്ത നിവാരണ നയം കേരളം ആവിഷ്കരിച്ചത് 2010. ഓക്കെ. ഇനി ഏത് ചാപ്റ്റർ, ഏത് വകുപ്പ് പ്രകാരമാണ് നമ്മൾ സ്ഥാപിച്ചത്? 2005 നിയമത്തിലെ ചാപ്റ്റർ 3 അധ്യായം 3 വകുപ്പ് 14 പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ചത്. ഇനി ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. അടുത്തത്, ഇതിനൊരു സ്വയംഭരണ അധികാരമുണ്ടോ? ഇല്ല. സ്വയംഭരണ അധികാരം ഇല്ലാത്ത അതോറിറ്റിയാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്നത്. ആരുടെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത്? സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണ്. അടുത്തതിലേക്ക് കടക്കാം. നമ്മുടെ KSDMA രൂപീകൃതമായ വർഷം വിത്ത് ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. PYQ ആണ്. പഠിച്ചേ. 2007 മെയ് 4 ആദ്യം നമ്മുടെ കേരളത്തിലെ KSDMA രൂപീകൃതമായത്. KSDMA രൂപീകൃതമായത് എപ്പോഴാണ്? PYQ ആണ്. 2007 മെയ് 4. 2007 മെയ് 4 കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായത്. ഇനി നമ്മുടെ നിലവിലുള്ള KSDMയുടെ ഘടന, ഇപ്പോഴുള്ള ഘടന പ്രകാരം ഇത് നിലവിൽ വന്നത് എപ്പോഴാണ്? അത് 2013 ജൂലൈ 17 2013 ജൂലൈ 17 നിലവിലുള്ള ഘടന അനുസരിച്ച് ഇത് രൂപീകൃതമായി. ഇനി ഈ അംഗങ്ങളിൽ എത്ര അംഗങ്ങളാണുള്ളത്? നമ്മുടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് റൂൾസ് പ്രകാരം സെക്ഷൻ 3 പ്രകാരം നമ്മുടെ എത്ര അംഗങ്ങളാണ് ഇതിലുള്ളത്? 10 അംഗങ്ങൾ. പരമാവധി എത്ര അംഗങ്ങൾ ആവാമെന്നാ പറയുന്നത്? 10 അംഗങ്ങൾ വരെ ആവാമെന്നാ പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ ആളുകളിലേക്കൊക്കെ വരാം. ആരൊക്കെയാണ് ഈ 10 അംഗങ്ങൾ എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. ഓക്കെ. ഇനി ഇതിന്റെ ചെയർമാൻ ആരാണ്? നമ്മുടെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാന്ന് നമ്മൾ പറഞ്ഞു? പ്രധാനമന്ത്രിയാന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പൊ അതേപോലെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരായിരിക്കും?
അത് നമ്മുടെ മുഖ്യമന്ത്രിയാണ്. ആരാണ്? മുഖ്യമന്ത്രിയാണ് ചെയർമാൻ. CM ആണ് ചെയർമാൻ ആയിട്ടുള്ളത്. ഇനി ഇതിന്റെ വൈസ് ചെയർമാൻ ആരാണ്? വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയാണ്. മാറിപ്പോവരുത്. ചെയർമാൻ ആരാണ്? ചെയർമാൻ മുഖ്യമന്ത്രിയാണ് ചെയർമാൻ. വൈസ് ചെയർമാൻ ആരാണ്? വൈസ് ചെയർമാൻ ആരാണ്? അത് റവന്യൂ മന്ത്രിയാണ്. റവന്യൂ മിനിസ്റ്റർ ആണ്. റവന്യൂ മിനിസ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ അധ്യക്ഷൻ, ചെയർമാൻ മുഖ്യമന്ത്രിയും വൈസ് ചെയർമാൻ ആരാണ്? റവന്യൂ മന്ത്രിയുമാണ് വൈസ് ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന വകുപ്പ് ഏത്? ഇമ്പോർട്ടന്റ് ആണ്. റവന്യൂ വകുപ്പാണ്. റവന്യൂ വകുപ്പാണ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന വകുപ്പ് ഏത്? വകുപ്പ് ആരാണ്? അത് റവന്യൂ വകുപ്പാണ് ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന വകുപ്പ് എന്ന് പറയുന്നത്. ഇനി മറ്റംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത് ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ അവിടുത്തെ ചെയർമാൻ തന്നെയാണ്. അതേപോലെ തന്നെ മറ്റംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നതും നമ്മുടെ ചെയർമാൻ ആയിട്ടുള്ള മുഖ്യമന്ത്രിയാണ് മറ്റ് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നതും. അപ്പൊ ഒന്നും കൂടെ ക്യുക്കായിട്ടൊന്ന് റിവൈസ് ചെയ്തേ. നമ്മുടെ KSDMA രൂപീകൃതമായത് 2007 പറഞ്ഞേ 2007 മെയ് 4-നാണ്. 2007 മെയ് 4-നാണ് രൂപീകൃതമായത്. നിലവിലുള്ള ഘടന പ്രകാരം നിലവിൽ വന്നത് 2013 ജൂലൈ 17-നാണ്. ഇതിൽ എത്ര അംഗങ്ങളുണ്ട്? 10 അംഗങ്ങളാണുള്ളത്. ഇതിന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയും വൈസ് ചെയർമാൻ റവന്യൂ മിനിസ്റ്ററുമാണ്. ഇനി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന വകുപ്പ് ഏത്? അത് റവന്യൂ വകുപ്പാണ്. മറ്റംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്തത് ആരാണ്? ചെയർമാൻ ആണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇതിന്റെ റവന്യൂ വകുപ്പാണ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന വകുപ്പ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതേപോലെ തന്നെ നമ്മുടെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത് ആരാണ്? സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത് റവന്യൂ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ്. ആരാണ് വിളിച്ചു ചേർക്കുന്നത്? സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത് ഒരു വർഷത്തിൽ ഒരു തവണയെങ്കിലും എന്ത് ചെയ്യണം? ദേ നോക്കിയേ, വർഷത്തിൽ ഒരു തവണയെങ്കിലും യോഗങ്ങൾ വിളിച്ചു ചേർക്കണം. ഈ വിളിച്ചു ചേർക്കുന്നത് ആരാണ്? വിളിച്ചു ചേർക്കുന്നത് നമ്മുടെ റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ് ഈ യോഗങ്ങൾ വിളിച്ചു ചേർക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമ്മേളനങ്ങൾ വർഷത്തിൽ ഒരു തവണയെങ്കിലും യോഗം ചേരണം. വർഷത്തിൽ എത്ര തവണ? ഒരു തവണ എങ്കിലും. എന്ത് ചെയ്യണം? യോഗം ചേരണം. ഈ യോഗങ്ങൾ വിളിച്ചു ചേർക്കുന്നത് ആര്? സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത് ആരാണ്? റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ്. ആരാണ്? റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ് എന്ത് ചെയ്യുന്നത്? യോഗങ്ങൾ വിളിച്ചു ചേർക്കുന്നത്. സെറ്റല്ലേ? ഇദ്ദേഹം തന്നെയാണ് ഇതിന്റെ വകുപ്പ് തലവനായി പ്രവർത്തിക്കുന്നത്. വകുപ്പ് മേധാവി, KSDMAയുടെ വകുപ്പ് മേധാവിയായിട്ട് പ്രവർത്തിക്കുന്നതും ആര് തന്നെയാണ്? റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ്. എന്തായിട്ട് പ്രവർത്തിക്കുന്നതും ഇതിന്റെ വകുപ്പ് തലവനായിട്ട് പ്രവർത്തിക്കുന്നതും. അപ്പൊ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമ്മേളനങ്ങൾ ഒരു തവണയെങ്കിലും എന്ത് ചെയ്യണം? യോഗം ചേരണം. സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത് ആരാണ്? റവന്യൂ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ്. അദ്ദേഹം ഇതിന്റെ വകുപ്പ് തലവനാണ്, വകുപ്പ് മേധാവി. ലാൻഡ് റവന്യൂ സെക്രട്ടറി ആണ് ഇതിന്റെ വകുപ്പ് മേധാവിയായിട്ട് എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇനി ഈ ലാൻഡ് റവന്യൂ സെക്രട്ടറി തന്നെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺവീനർ കേട്ടോ. കൺവീനറുമാരാണ്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺവീനറും ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ചീഫ് സെക്രട്ടറിയാണ്. ലാൻഡ് റവന്യൂ സെക്രട്ടറിയാണ് ഇതിന്റെ കൺവീനറായിട്ടും നിലകൊള്ളുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചത്? ഈ വകുപ്പുകളെല്ലാം ഏകോപിപ്പിക്കുന്ന, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന വകുപ്പ് റവന്യൂ വകുപ്പ് എല്ലാം കൂടെ ഏകോപിപ്പിക്കുന്നു. ഇനി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും യോഗം ചേരണം. ഈ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ചീഫ് സെക്രട്ടറിയാണ്. അദ്ദേഹമാണ് ഇതിന്റെ വകുപ്പ് തലവനായിട്ടും കൺവീനറായിട്ടൊക്കെ എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആര്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? അത് സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ്. ഇതിന്റെ CEO എന്ന് പറയുന്നത്
സംസ്ഥാനത്തിന്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ടുള്ള ചീഫ് സെക്രട്ടറിയാണ് നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആര്? സിഇഒ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ആരാണ്? സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ്. സെറ്റല്ലേ? സെറ്റല്ലേ? അടുത്ത സെക്ഷനിലേക്ക് പോയാലോ? അപ്പൊ വർഷത്തിൽ ഒരു തവണ യോഗം ചേരണം. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയാണ് യോഗം ചേർക്കുന്നത്. വകുപ്പ് തലവനായിട്ടും കൺവീനറായിട്ടൊക്കെ പ്രവർത്തിക്കുന്നതും ആര് തന്നെയാണ്? റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയാണ്. ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും യോഗം ചേരണം. പിന്നെ ഇതിന്റെ സിഇഒ ആരാണ്? സിഇഒ സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ്. അധ്യക്ഷൻ ആരാണ്? ചെയർമാൻ മുഖ്യമന്ത്രിയും വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയുമാണ്. ഏകോപിപ്പിക്കുന്ന വകുപ്പ് റവന്യൂ വകുപ്പുമാണ്. ഓക്കെ, അടുത്തത് അംഗങ്ങൾ ഒറ്റ നോട്ടത്തിൽ. ഇതിന്റെ അംഗങ്ങൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ പോകണം. നമ്മുടെ ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ ചട്ടം 14 പ്രകാരം സംസ്ഥാന മുഖ്യമന്ത്രി എക്സ് ഒഫീഷ്യോ ചെയർമാനായിട്ടും ചീഫ് സെക്രട്ടറി ആരാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ആയിട്ട് എന്ത് ചെയ്യുന്നു? ഇത് നിലവിൽ വന്നു, നമുക്കറിയാം അല്ലെ. ഇനി ചെയർമാൻ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന മറ്റ് 8 അംഗങ്ങളും ഇതിന്റെ ഘടനയിലുണ്ട്. ഇനി ഇത് ആരൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്? കേരള മുഖ്യമന്ത്രിയാണ് ഇതിന്റെ എന്തെന്ന് പറഞ്ഞു? ചെയർമാൻ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കേരള മുഖ്യമന്ത്രിയാണ് ഇതിന്റെ ചെയർമാൻ. പിന്നെ വൈസ് ചെയർമാൻ ആരാണ്? റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. റവന്യൂ വകുപ്പ് മന്ത്രിയാണ് ഇതിന്റെ വൈസ് ചെയർമാൻ എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, ഹോം മിനിസ്റ്റർ. ഹോം മിനിസ്റ്റർ ഇതിന്റെ എന്താണ്? ഇതിന്റെ ഒരു അംഗമാണ്. ഹോം മിനിസ്റ്റർ, ആഭ്യന്തര വകുപ്പ് മന്ത്രി, ഹോം മിനിസ്റ്റർ ഇതിന്റെ ഒരു അംഗമാണ്. പിന്നെ കൃഷി വകുപ്പ് മന്ത്രി ഇതിന്റെ ഒരു അംഗമാണ്. ഇനി അടുത്തതോ, ചീഫ് സെക്രട്ടറി ആണ് ഇതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ റവന്യൂ സെക്രട്ടറി, പിന്നെ ആഭ്യന്തര സെക്രട്ടറി, പിന്നെ ഒരു ILDM ഫാക്കൽറ്റി, പിന്നെ ഒരു ദുരന്ത നിവാരണ രംഗത്ത് നിന്നുള്ള 2 വിദഗ്ധരും ഇതിലുണ്ടായിരിക്കും. അപ്പൊ ഒന്നും കൂടെ നോക്കിയേ. കേരള മുഖ്യമന്ത്രിയാണ് ചെയർമാൻ. കേരള മുഖ്യമന്ത്രി ചെയർമാനും പിന്നെ വൈസ് ചെയർമാനായിട്ട് റവന്യൂ വകുപ്പ് മന്ത്രി. റവന്യൂ വകുപ്പ് മന്ത്രി ഇതിന്റെ വൈസ് ചെയർമാനുമാണ്. പിന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇതിന്റെ ഒരു അംഗവും കൃഷി വകുപ്പ് മന്ത്രി അടുത്തൊരു അംഗവുമാണ്. പിന്നെ ചീഫ് സെക്രട്ടറി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ്. റവന്യൂ സെക്രട്ടറി, ഹോം മിനിസ്റ്റർ ഇതിന്റെ ഹോം ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി, പിന്നെ ഒരു ILDM ഫാക്കൽറ്റിയും ഒക്കെ ഇതിലുണ്ടായിരിക്കും. ഇനി ഒരു ദുരന്ത നിവാരണ രംഗത്ത് നിന്നുള്ള 2 വിദഗ്ധരും ഇതിന്റെ ഒരു അംഗമാണ്. ഇനി പ്രസ്തുത ചട്ടത്തിൽ ഈ നിയമത്തിൽ 2016 ഒരു ഭേദഗതി വരുത്തിയതിനു ശേഷം നമ്മുടെ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ ഇതിന്റെ ഒരു ടെക്നിക്കൽ വിങ് ആണ്. ഇതിന്റെ ഒരു ടെക്നിക്കൽ നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു ടെക്നിക്കൽ വിങ് ആണ് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ എന്ന് പറയുന്നത്. ഇതിന്റെ ഹെഡ് സയന്റിസ്റ്റിനെ ഈ CESEOC സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിലെ ഹെഡ് സയന്റിസ്റ്റിനെ അതോറിറ്റിയുടെ എക്സ് ഒഫീഷ്യോ മെമ്പർ സെക്രട്ടറി ആയിട്ട് നിയമിച്ചിട്ടുണ്ട്. എന്തായിട്ട് നിയമിച്ചിട്ടുള്ളത്? മെമ്പർ സെക്രട്ടറി ആയിട്ട് നിയമിച്ചത് ആരെയാണ്? സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ ഹെഡ് സയന്റിസ്റ്റിനെ ഇതിന്റെ മെമ്പർ സെക്രട്ടറി ആയിട്ട് നിയമിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒന്ന് ഒന്ന് ഈ അംഗങ്ങൾ ആയിരിക്കാൻ നിൽക്കുന്നു ഒരു ഈസി ആയിട്ട് പറഞ്ഞുതരാൻ വേണ്ടി ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. ഓക്കെ, ഇതിന്റെ ആരൊക്കെയുള്ളത്? ഓക്കെ, ആദ്യം നമ്മൾ ആരെ പറഞ്ഞു? നമ്മുടെ പ്രധാനമന്ത്രി, ചീഫ് മിനിസ്റ്ററും ചീഫ് സെക്രട്ടറിയും. പിന്നെ ആരാ ഉള്ളത്? ഹോം മിനിസ്റ്ററും ഹോം സെക്രട്ടറിയും. ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ആഭ്യന്തര സെക്രട്ടറിയും. പിന്നെ ആരാ ഉള്ളത്? പിന്നെ നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രി, റവന്യൂ മിനിസ്റ്ററും പിന്നെ ആരാ? റവന്യൂ സെക്രട്ടറിയും. പിന്നെ അടുത്തത് ആരാ? നമ്മുടെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ആരാ വരുന്നത്? കാർഷിക മന്ത്രി. നമ്മുടെ കാർഷിക മന്ത്രിയാണ് അഗ്രികൾച്ചർ മിനിസ്റ്റർ. കൃഷി വകുപ്പ് മന്ത്രി ആണ് 7ാമതായിട്ട് വരുന്നത്. എന്നാൽ ഒരു കാര്യം ഇവിടെ ആരില്ല? കൃഷി വകുപ്പ് സെക്രട്ടറി ഇല്ല എന്ന് ആലോചിക്കുക. കൃഷി വകുപ്പ് ആരില്ല? സെക്രട്ടറി ഇല്ല എന്ന് ആലോചിച്ച് വെക്കുക. പിന്നെ അടുത്തത് വരുന്നത് ആരാണ്? പിന്നെ നമ്മൾ ഇപ്പൊ പറഞ്ഞ മെമ്പർ സെക്രട്ടറി നിലവിലുള്ള ആളാണ്. നമ്മുടെ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ ആരാണ്? ഹെഡ് സയന്റിസ്റ്റ് എന്താണ്? മെമ്പർ സെക്രട്ടറി.
ഓക്കെ. അപ്പൊ ഇത്രയും അംഗങ്ങളാണ് നിലവിൽ കേരളത്തിലുള്ളത്. നിലവിൽ കേരളത്തിൽ ആരൊക്കെയാ ഉള്ളത്? നമ്മുടെ സി.എം ഉണ്ട്. സംസ്ഥാനത്തിന്റെ സി.എം. നമുക്കറിയാം ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ വകുപ്പുകളും എന്ത് ചെയ്യണം? ഏകോപിപ്പിക്കണം അല്ലേ? അപ്പൊ ഇതിനെല്ലാം മേൽനോട്ടം വയ്ക്കുന്നത് എല്ലാ വകുപ്പുകളും ആര് പറഞ്ഞാലാ കേൾക്കുക? നമ്മുടെ സി.എം പറഞ്ഞാലാ കേൾക്കുക. പിന്നെ നമ്മുടെ ഉദ്യോഗസ്ഥർ ആര് പറഞ്ഞാലാ കേൾക്കുക? നമ്മുടെ ചീഫ് സെക്രട്ടറി പറഞ്ഞാലാണ് കേൾക്കുക. അപ്പൊ നമ്മുടെ സി.എമ്മും സി.എസും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹോം മിനിസ്റ്റർ, ഹോം സെക്രട്ടറി. അതായത് നമുക്കറിയാം ഏതൊരു ദുരന്തമുണ്ടായാലും അവിടെ ആരുണ്ടാവും? പോലീസ് സേന ഉണ്ടാവും ഇല്ലേ? പോലീസ് സേന ആരുടെ കീഴിലാണ്? ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണ്. അപ്പൊ ആഭ്യന്തര വകുപ്പ് ഹോം മിനിസ്റ്ററും അതിന്റെ ഹോം സെക്രട്ടറി ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയും അതിലുണ്ടായിരിക്കും. പിന്നെ അടുത്തത് നമുക്കറിയാം റവന്യൂ വകുപ്പാണ് ഇതിനെല്ലാം മേൽനോട്ടം വഹിക്കുന്നത് അല്ലെ? റവന്യൂ വകുപ്പാണ്. അപ്പൊ റവന്യൂ മിനിസ്റ്ററും റവന്യൂ സെക്രട്ടറിയും ഉണ്ടായിരിക്കും. റവന്യൂ വകുപ്പ് മിനിസ്റ്ററും റവന്യൂ സെക്രട്ടറി ഉണ്ടായിരിക്കും. പിന്നെ നമുക്കറിയാം ഒരു ദുരന്തമുണ്ടായാൽ ബാധിക്കപ്പെടുന്ന ഒരു മേഖലയാണ് കൃഷി വകുപ്പ്. അപ്പൊ കാർഷിക വകുപ്പിലെ മന്ത്രിയും അവിടുത്തെ ആരില്ല? സെക്രട്ടറി ഇല്ല എന്ന് ആലോചിക്കുക. അപ്പൊ കൃഷി വകുപ്പ് മന്ത്രിയുണ്ട്. പിന്നെ ഒരു അംഗം ആരാ? സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ ഹെഡ് സയന്റിസ്റ്റ് ഇതിന്റെ എന്താണ്? ഒരു മെമ്പർ സെക്രട്ടറി ആണ്. ആരാണ്? മെമ്പർ സെക്രട്ടറി ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നിലവിൽ നിങ്ങൾ എണ്ണി നോക്കുകയാണെങ്കിൽ നിലവിൽ 6 പേരെ ഉണ്ടാവുള്ളൂ. അതെന്തുകൊണ്ടാ? നമ്മുടെ ഹോം മിനിസ്റ്റർ ആര് തന്നെയാണ്? ആഭ്യന്തരമന്ത്രി നമ്മുടെ ആര് തന്നെയാണ്? ചീഫ് മിനിസ്റ്റർ തന്നെയാണ്. പിണറായി വിജയൻ തന്നെയാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും. അതുപോലെ തന്നെ സി.എസ് തന്നെയാണ് ആരും? ഹോം മിനിസ്റ്റർ സെക്രട്ടറി ആര് തന്നെയാണ്? നമ്മുടെ ചീഫ് സെക്രട്ടറി തന്നെയാണ് ഈ ഹോം മിനിസ്റ്റർ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരും കട്ട് ചെയ്താൽ 6 അംഗങ്ങളാണ് നിലവിലുള്ളത്. അപ്പൊ പരമാവധി 10 അംഗങ്ങളാണ് ഉള്ളത്. നിലവിൽ എത്രയാ? 6 അംഗങ്ങളാണ് ഉള്ളത്. ഇത്രയും സെറ്റല്ലേ? സെറ്റല്ലേ? അപ്പൊ ചെയർമാൻ ആരാണ്? കേരള മുഖ്യമന്ത്രി. വൈസ് ചെയർമാൻ ആരാണ്? റവന്യൂ വകുപ്പ് മന്ത്രിയാണ് വൈസ് ചെയർമാൻ ആയിട്ട് വരുന്നത്. പിന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, അതുപോലെ തന്നെ ആഭ്യന്തര സെക്രട്ടറി, കൃഷി വകുപ്പ് മന്ത്രി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയും റവന്യൂ സെക്രട്ടറിയും ഉണ്ടായിരിക്കും. പിന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? ചീഫ് സെക്രട്ടറി ആണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ചീഫ് സെക്രട്ടറി ആണ്. പിന്നെ ഇതിൽ ആരെ നിർദ്ദേശിക്കാം? നമ്മുടെ മുഖ്യമന്ത്രിക്ക് ആരെ നിർദ്ദേശിക്കാം? ഒരു ILDM ഫാക്കൽറ്റിനെ എന്ത് ചെയ്യാം? നിർദ്ദേശിക്കാം. എന്താണ് ILDM എന്ന് നമ്മൾ ഈ വരും ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. പിന്നെ ദുരന്ത നിവാരണ രംഗത്ത് നിന്നും 2 വിദഗ്ധരെയും ആർക്ക് നാമനിർദ്ദേശം ചെയ്യാം? മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം ചെയ്യാം. പിന്നെ ഈ ഒരു നിയമത്തിന്റെ ഒരു പ്രത്യേകതയാണ് 2 എക്സ് ഒഫിഷ്യോ അംഗങ്ങളെങ്കിലും വേണം എന്നുള്ളത്. എക്സ് ഒഫിഷ്യോ അംഗം എന്ന് പറഞ്ഞാൽ എന്താ? വേറൊരു ഓഫീസ് കൈകാര്യം ചെയ്യുകയും അതേ ഓഫീസിൽ കൈകാര്യം ചെയ്യുമ്പോൾ ഈ ഒരു പൊസിഷനിൽ ഇരിക്കുക. അതായത് ഇപ്പോ എന്താണ് ഇതിന്റെ ചെയർമാൻ ആരാണ്? കേരള മുഖ്യമന്ത്രിയാണ്. അപ്പൊ കേരള മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് ഈ വകുപ്പിന്റെ ചെയർമാൻ ആവുന്നത്. അപ്പൊ വേറൊരു ഓഫീസ് ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് ഈ പവർ കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? എക്സ് ഒഫിഷ്യോ അംഗങ്ങൾ എന്ന് പറയാം. അപ്പൊ മിനിമം 2 പേരെങ്കിലും എക്സ് ഒഫിഷ്യോ അംഗങ്ങളായിരിക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിലവിലുള്ള എല്ലാവരും എന്താണ്? എക്സ് ഒഫിഷ്യോ അംഗങ്ങളാണ്. അപ്പൊ അംഗങ്ങൾ സെറ്റാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം എന്തായാലും വരും. മറക്കരുത്. അപ്പോ ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ സി.എം, സി.എസ് നമ്മുടെ ചീഫ് മിനിസ്റ്ററും ചീഫ് സെക്രട്ടറി, ഹോം മിനിസ്റ്റർ, ഹോം സെക്രട്ടറി, റവന്യൂ മിനിസ്റ്റർ, റവന്യൂ സെക്രട്ടറി, പിന്നെ കൃഷി വകുപ്പ് അഗ്രികൾച്ചർ മിനിസ്റ്റർ ആരില്ല? അഗ്രികൾച്ചർ സെക്രട്ടറി ഇല്ല. പിന്നെ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ ഹെഡ് സയന്റിസ്റ്റ് ഇതിന്റെ മെമ്പർ സെക്രട്ടറിയുമാണ്. ഇനി ഇവരുടെ ലക്ഷ്യം എന്താണ്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പർപ്പസ് എന്താണ്? ലക്ഷ്യം എന്താണ്? സംസ്ഥാനത്ത് ഒരു ദുരന്ത നിവാരണ നയം രൂപീകരിക്കുക. സംസ്ഥാനത്തിന് ഒരു ദുരന്ത നിവാരണ നയം രൂപീകരിക്കുക. അതേപോലെ തന്നെ പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ എന്ത് ചെയ്യണം? നിർണയിക്കുകയും വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ എന്ത് ചെയ്യണം? ആസൂത്രണം ചെയ്യുന്നതും ആരുടെ ലക്ഷ്യമാണ്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ലക്ഷ്യമാണ്. ഒരു സംസ്ഥാനത്ത് ഒരു ദുരന്ത നിവാരണ നയം രൂപീകരിക്കുക, സാധ്യതയുള്ള മേഖലകൾ നിർണ്ണയിക്കുക, പിന്നെ വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ എന്ത് ചെയ്യുക? ആസൂത്രണവും ചെയ്യുക. ഇനി KSDMA ആപ്തവാക്യം എന്ത്? PYQ ആണ് നമ്മുടെ ആപ്തവാക്യം. എന്താണ്? ടുവാർഡ്സ് എ സേഫർ സ്റ്റേറ്റ്. സുരക്ഷായനം എന്നാണ്. ടുവാർഡ്സ് എ സേഫർ സ്റ്റേറ്റ്. സുരക്ഷിതമായ ഒരു സംസ്ഥാനത്തിലേക്ക് അഥവാ സുരക്ഷായനം എന്നതാണ് KSDMA ആപ്തവാക്യം. എന്താണ്? സുരക്ഷായനം. KSDMA ആപ്തവാക്യം സുരക്ഷായനമാണ്. ഇനി ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ് ഇതിന്റെ ആസ്ഥാനം. ഒബ്സർവേറ്ററി ഹിൽസ് ആണ്. തിരുവനന്തപുരത്തെ ഒബ്സർവേറ്ററി ഹിൽസ് ആണ് ഇതിന്റെ ആസ്ഥാനമായിട്ട് നിലകൊള്ളുന്നത്. എവിടെയാണ്? ഒബ്സർവേറ്ററി ഹിൽസ്, തിരുവനന്തപുരം. ഇതിന്റെ ലോഗോ ആണ് ഇത് ഇവിടെ തന്നിരിക്കുന്നത്.
കേരളത്തെ 2 കൈക്കുമ്പിളിലാക്കി നിർത്തിയിരിക്കുന്നതാണ് ഇതിന്റെ ഒരു ലോഗോ എന്ന് പറയുന്നത്. KSDMയുടെ ആപ്തവാക്യം ടുവാർഡ്സ് എ സേഫർ സ്റ്റേറ്റ് സുരക്ഷായനം, ആസ്ഥാനം ഒബ്സർവേറ്ററി ഹിൽസ് തിരുവനന്തപുരം, ലോഗോയുമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. സുരക്ഷായനം ഒബ്സർവേറ്ററി ഹിൽസ് തിരുവനന്തപുരം. ഇനി ഇതിന്റെ കീഴിൽ നമ്മുടെ ഈ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിന്റെ കീഴിൽ എന്തുണ്ട്? ഒരു കാര്യനിർവഹണ സമിതിയുണ്ട്. സംസ്ഥാന കാര്യനിർവഹണ സമിതിയുണ്ട്. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. ഇതിന്റെ പർപ്പസ് എന്താണ്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളുടെ നിർവഹണത്തിനും ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു വിങ് വേണ്ടേ? അപ്പോൾ ഇതിന്റെ നിർവഹണത്തിനും ഈ സംസ്ഥാന അതോറിറ്റിനെ സഹായിക്കുന്നതിനും ഇതിനെ സഹായിക്കുന്നതിനും സംസ്ഥാന അതോറിറ്റി നിഷ്കർഷിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായിട്ട് സർക്കാർ ഒരു സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്? രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവര് പറയുന്ന സംഭവങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യാനും ഇവരെ ഹെൽപ്പ് ചെയ്യാനുമായിട്ട് ഒരു സംസ്ഥാന കാര്യനിർവഹണ സമിതിയുണ്ട്. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. അപ്പൊ നമ്മുടെ സംസ്ഥാന അതോറിറ്റിയെ സഹായിക്കുന്നതിനും സംസ്ഥാന അതോറിറ്റി നിഷ്കർഷിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതുമാണ് ഇതിന്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ദുരന്ത നിവാരണ വകുപ്പിന്റെ 20 സബ് ക്ലോസ് 2 പ്രകാരം KSDMയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ഈ KSDMയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രി എന്ന് എഴുതി വെക്കരുത്, അത് സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറിയാണ്. നമുക്കറിയാം കാര്യനിർവഹണം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്നത് അതിൽ ആരായിരിക്കും? ഉദ്യോഗസ്ഥ വൃന്ദങ്ങളായിരിക്കും ഉണ്ടാവുക അല്ലെ. അതായത് നമ്മുടെ ഉദ്യോഗസ്ഥരായിരിക്കും ഏതിലുണ്ടാവുക? ഈ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടാവുക. അപ്പൊ നമ്മുടെ കേരളത്തിലുള്ള ഉദ്യോഗസ്ഥരിലെ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥൻ ആരാണ്? ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? ചീഫ് സെക്രട്ടറി ആണ് അല്ലെ. അപ്പൊ ചീഫ് സെക്രട്ടറി ആണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അധ്യക്ഷൻ. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ആരെന്ന് പറയുന്നത്? സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറി ആണ്. ഒന്നുകൂടെ പറഞ്ഞേ, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി സംസ്ഥാന കാര്യനിർവഹണ സമിതിയുടെ അധ്യക്ഷൻ ആര്? ചോദ്യം വരും. ചീഫ് സെക്രട്ടറി ആണ്. ആരാണ്? ചീഫ് സെക്രട്ടറി ആണ് ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ കൂടാതെ 4 ഗവൺമെന്റ് സെക്രട്ടറിമാരും ഇതിൽ അംഗങ്ങളാണ്. 4 ഗവൺമെന്റ് സെക്രട്ടറിമാരും ഇതിൽ അംഗങ്ങളാണ്. അപ്പൊ ടോട്ടൽ എത്ര പേരുണ്ട്? സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ടോട്ടൽ എത്ര പേരാണുള്ളത്? ടോട്ടൽ 5 പേരാണുള്ളത്. ടോട്ടൽ 5 പേരാണ് ഉള്ളത്. അധ്യക്ഷൻ ആരാണ്? അധ്യക്ഷൻ ആരാന്ന് നമ്മൾ പറഞ്ഞു? ചീഫ് സെക്രട്ടറി ആണ് ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ചെയർമാൻ ആരാണ്? ചീഫ് സെക്രട്ടറി ആണ്. ഇദ്ദേഹത്തെ കൂടാതെ 4 സെക്രട്ടറിമാര് കൂടെ ഉണ്ട്. 4 സെക്രട്ടറിമാര് കൂടെ ഇതിലുണ്ട്. ഇത് പഠിക്കാൻ വളരെ ഈസിയാണ്. ഏതൊക്കെയാണ് സെക്രട്ടറിമാരെ നോക്കിയേ. ഒന്നെന്ന് പറയും, ഒരു അധ്യക്ഷൻ ആരായിരുന്നു? ചീഫ് സെക്രട്ടറി ആണ്. പിന്നെ അടുത്തത് ആരാണ്? നമ്മുടെ റവന്യൂ വകുപ്പ് സെക്രട്ടറി. റവന്യൂ വകുപ്പ് സെക്രട്ടറി. രണ്ടാമത്തത് ആരാണ്? നമ്മുടെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയാണ് രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത്. മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഹെൽത്ത് സെക്രട്ടറി. ഹെൽത്ത് സെക്രട്ടറിയാണ് മൂന്നാമത്തെ ആളെന്ന് പറയുന്നത്. നാലാമത്തെ ആൾ ആരാണ്? ഹെൽത്ത് സെക്രട്ടറി കഴിഞ്ഞാൽ ഫിനാൻസ് സെക്രട്ടറി. ഫിനാൻസ് സെക്രട്ടറി. ആരൊക്കെയാണ് മറ്റു 4 പേര്? ഒന്ന് റവന്യൂ സെക്രട്ടറി, പിന്നെ ആരാണ്? ഹോം സെക്രട്ടറി, പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി, ഫിനാൻസ് സെക്രട്ടറി. അപ്പോൾ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ടോട്ടൽ 5 അംഗങ്ങളാണുള്ളത്. ടോട്ടൽ എത്ര പേരുണ്ട്? 5 അംഗങ്ങളാണുള്ളത്. അതിന്റെ അധ്യക്ഷൻ ആരാണ്? ചീഫ് സെക്രട്ടറി ആണ് അതിന്റെ അധ്യക്ഷൻ. അധ്യക്ഷൻ ആരാണ്? ചീഫ് സെക്രട്ടറി ആണ്. ഇനി ബാക്കി 4 സെക്രട്ടറിമാർ ആരൊക്കെയാണ്? ഒന്ന് റവന്യൂ സെക്രട്ടറി, രണ്ടാമത് ഹെൽത്ത് സെക്രട്ടറി, മെയിൻ ഹോം സെക്രട്ടറി, പിന്നെ ഹെൽത്ത് സെക്രട്ടറി, ഫിനാൻസ് സെക്രട്ടറി. ഓക്കെ, അപ്പോൾ റവന്യൂ വകുപ്പ് സെക്രട്ടറി, ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി, ആരോഗ്യ വകുപ്പ് സെക്രട്ടറി, പിന്നെ നമ്മുടെ ഫിനാൻസ് വകുപ്പ് സെക്രട്ടറിയാണ് ഇതിന് മറ്റ് 4 സെക്രട്ടറി അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ അധ്യക്ഷൻ ആരാണ്? അധ്യക്ഷൻ ചീഫ് സെക്രട്ടറി ആണ് ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ടോട്ടൽ എത്ര പേരുണ്ട്? 5 അംഗങ്ങളാണ്. അപ്പൊ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ഉപദേശിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ ഉപദേശിക്കുന്നത് ആരാണ്? സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ഉപദേശിക്കുന്നത്.
ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഏതിനെ കുറിച്ച് പഠിക്കേണ്ടത്? നമ്മുടെ സംസ്ഥാന കാര്യനിർവഹണ സമിതിയെ കുറിച്ച് പഠിക്കേണ്ടത്. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞു, ഇതിന്റെ അധ്യക്ഷൻ ആരാന്ന് പറഞ്ഞു? ചീഫ് സെക്രട്ടറി ആണെന്ന് പറഞ്ഞു അല്ലെ? ഇനി ഇതിന്റെ കൺവീനർ ആരാന്ന് മേ ബി ചോദിക്കാം. ഇതിന്റെ കൺവീനർ ആരാണ്? റവന്യൂ വകുപ്പ് സെക്രട്ടറിയാണ്. റവന്യൂ വകുപ്പ് സെക്രട്ടറിയാണ് ഇതിന്റെ കൺവീനർ. റവന്യൂ വകുപ്പ് സെക്രട്ടറിയാണ് ഇതിന്റെ കൺവീനർ എന്ന് പറയുന്നത്. അതും കൂടി ഇവിടെ മനസ്സിലാക്കി വെക്കുക. ടോട്ടൽ 5 പേരാണ്. എക്സിക്യൂട്ടീവ് വിങ്ങിലുള്ള ആളുകളാണ്. ടോട്ടൽ 5-ല് ഹെഡ് ആരാണ്? അധ്യക്ഷൻ, ചീഫ് സെക്രട്ടറിയാണ്. ബാക്കി 4 പേര് ആരൊക്കെയാണ്? റവന്യൂ സെക്രട്ടറി, ഹോം സെക്രട്ടറി, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി, ഫിനാൻസ് സെക്രട്ടറി. അതിന്റെ കൺവീനർ വരുന്നത് റവന്യൂ സെക്രട്ടറിയുമാണ്. സെറ്റല്ലേ? അടുത്ത ഭാഗം നമ്മുടെ സംസ്ഥാന അടിയന്തര കാര്യനിർവഹണ കേന്ദ്രം. നമ്മൾ പറഞ്ഞു നേരത്തെ മെമ്പർ സെക്രട്ടറി ആരാന്ന് നമ്മൾ പറഞ്ഞു. ആരായിരുന്നു? ഈ SEOCന്റെ ഹെഡ് സയന്റിസ്റ്റ് ആണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ആയിട്ട് എന്ത് ചെയ്തത്? സ്ഥാപിതമാക്കിയത് നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പൊ എന്താണ് ഈ സംസ്ഥാന അടിയന്തര കാര്യനിർവഹണ കേന്ദ്രം SEOC എന്ന് പറയുന്നത്? ഇതാണ് നമ്മുടെ ടെക്നിക്കൽ വിങ് എന്ന് പറയുന്നത്. ദുരന്ത നിവാരണ ഇതിന്റെ ടെക്നിക്കൽ വിങ് ആണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ സംസ്ഥാന അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രം എന്ന് പറയുന്നത്. ആദ്യം ഇത് നിർമ്മിതമായത് HVRA എന്ന് പറയുന്ന ഒരു സെൽ ആയിട്ടാണ്. ഹസാർഡ് വൾണറബിലിറ്റി ആൻഡ് റിസ്ക് അസസ്മെന്റ് സെൽ ആയിട്ടാണ് ഇത് എന്ത് ചെയ്തത്? 2010 ദുരന്ത നിവാരണത്തെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് അനുസൃതമായിട്ട് സൃഷ്ടിക്കപ്പെട്ടതായിരുന്നു. ആദ്യം എന്തെന്ന് പറയുന്നത്? HVRA ഹസാർഡ് വൾണറബിലിറ്റി ആൻഡ് റിസ്ക് അസസ്മെന്റ് സെൽ ആയിട്ടാണ് ഈ SEOC ആദ്യം പ്രവർത്തിച്ചിരുന്നത് 2010. പിന്നീട് ഇത് നമ്മുടെ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ ആയിട്ട് മാറ്റിയത്, ഈ HVRS സെല്ലിനെ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ ആക്കി മാറ്റിയത് എപ്പോഴാണ്? 2014 ജനുവരി 20-നാണ്. 2014 ജനുവരി 20-നാണ് ഗവൺമെന്റ് ഈ HVRA സെല്ലിനെ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ ആക്കി മാറ്റിയത്. ഓക്കെ, അപ്പൊ ആദ്യം വന്നത് ഒരു ഹസാർഡ് വൾണറബിലിറ്റി ആൻഡ് റിസ്ക് അസസ്മെന്റ് സെൽ എന്ന പേരിൽ 2010 നിലവിൽ വന്നു. പിന്നീട് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ എന്ന പേരാക്കി മാറ്റിയത് 2014 ജനുവരി 20-നാണ്. ഇനി എന്താ ഇതിന്റെ പരിപാടി? എന്താ ഇവരുടെ ഉദ്ദേശം? എല്ലാ ജില്ലകളിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന KSDMA കീഴിലുള്ള സ്ഥാപനമാണ് സംസ്ഥാന അടിയന്തര കാര്യനിർവഹണ കേന്ദ്രം എന്ന് പറയുന്നത്. ഇവരുടെ പർപ്പസ് എന്താണ്? സംസ്ഥാന തലത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും കേന്ദ്ര ദുരന്ത പ്രതികരണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ള കേന്ദ്ര സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുഖ്യ സംവിധാനമായി പ്രവർത്തിക്കുക എന്നതൊക്കെയാണ് SEOCയുടെ ചുമതല എന്ന് പറയുന്നത്. അപ്പൊ സംസ്ഥാന തലത്തിൽ ദുരന്തങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് നിലനിൽക്കുന്നതും കേന്ദ്ര ദുരന്ത പ്രതികരണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ള കേന്ദ്ര സഹായം ലഭ്യമാക്കുന്നതിനും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുഖ്യ സംവിധാനമായിട്ട് പ്രവർത്തിക്കുന്നതുമാണ് SEOCയുടെ ചുമതല എന്ന് പറയുന്നത്. ഇനി ദുരന്ത സമയങ്ങളിൽ സംസ്ഥാന അടിയന്തര ഘട്ട കമാൻഡർമാരായി നിർണയിക്കപ്പെട്ടിട്ടുള്ള ചീഫ് സെക്രട്ടറിയുടെയും റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെയും നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഈ കാര്യാലയം പ്രവർത്തിക്കുന്നത്. SEOC ആരുടെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത്? നമ്മുടെ ദുരന്ത സമയത്ത് അടിയന്തര ഘട്ട കമാൻഡറായിട്ട് നിർണയിക്കപ്പെട്ടുള്ളത് നമ്മുടെ ചീഫ് സെക്രട്ടറിയാണ്. പിന്നെ റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. ഇവർ രണ്ടുപേരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഈ SEOC പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇതൊരു ടെക്നിക്കൽ വിങ് ആണ്. ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഈ SEOC ആണ്. ഓക്കെ, അപ്പൊ അടുത്ത ഇമ്പോർട്ടന്റ് ഭാഗം നമ്മുടെ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി 2005 ദുരന്ത നിവാരണ നിയമത്തിൽ ഏത് പ്രകാരമാണ് ഇത് സ്ഥാപിതമായത്? സെക്ഷൻ 25 സബ് ക്ലോസ് 1. ഇതിന്റെ ചാപ്റ്റർ മേ ബി ചോദിക്കാം. ചാപ്റ്റർ 4 ആണ്. ചാപ്റ്റർ ഏതാണ്? ചാപ്റ്റർ 4. 2005 ദുരന്ത നിവാരണ നിയമത്തിലെ 2005 ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ 25 സബ് ക്ലോസ് 1, ചാപ്റ്റർ ഏതാണ്? ചാപ്റ്റർ 4 സെക്ഷൻ 21 പ്രകാരമാണ് നമ്മുടെ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. ഒരു മിനിറ്റ്, കറണ്ട് പോയതാണേ. ഓക്കെ,
അപ്പോ നമ്മുടെ 2005 ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ 25 ചാപ്റ്റർ 4 സെക്ഷൻ 25 അനുസരിച്ചിട്ടാണ് നമ്മുടെ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി രൂപീകൃതമായത്. എന്നാണ് രൂപീകൃതമായത്? 2016 മാർച്ച് 5. എന്നാണ് മക്കളെ? 2016 മാർച്ച് 5-നാണ് ഫോം ചെയ്തത്. 2016 മാർച്ച് 5-നാണ് നമ്മുടെ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഫോം ചെയ്തത്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഫോം ചെയ്തത് എപ്പോഴാണ്? 2005 ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ 25 ചാപ്റ്റർ 4 സെക്ഷൻ 25 അനുസരിച്ചാണ് രൂപീകൃതമായത്. ഇതിന്റെ ചെയർപേഴ്സൺ ആരാണ്? ഇതിന്റെ ചെയർപേഴ്സൺ ജില്ലാ കളക്ടർ ആണ്. ചോദിച്ച ചോദ്യമാണ്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ ആര്? ചോദിച്ചതാണ്. ജില്ലാ കളക്ടർ ആണ്. ആരാണ്? ജില്ലാ കളക്ടർ ആണ്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ ജില്ലാ കളക്ടറാണ്. അപ്പൊ അധ്യായം 4 സെക്ഷൻ 25 പ്രകാരം 2016 മാർച്ച് 5-ന് നമ്മുടെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഫോം ചെയ്തു. ഇനി ഇതിന്റെ കോ ചെയർമാൻ, സഹ അധ്യക്ഷൻ ആരാണ്? അധ്യക്ഷൻ ചെയർപേഴ്സൺ ആണ്. കോ ചെയർപേഴ്സൺ ആരാണ്? സഹ അധ്യക്ഷൻ ആരാണ്? അത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ആരാണ്? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഇതിന്റെ സഹ അധ്യക്ഷൻ എന്ന് പറയുന്നത്. സഹ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഇതിന്റെ സഹ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇനി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ ജില്ലാ കളക്ടറേറ്റുകളിലെ പ്രകൃതി ദുരന്ത വിഭാഗമാണ് എന്ത് ചെയ്യുന്നത്? ഇത് കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ സ്റ്റേറ്റിനൊരു കാര്യനിർവഹണ വിഭാഗം ഉണ്ടായിരുന്നില്ലേ? അതേപോലെ തന്നെ ജില്ലാ അടിയന്തര കാര്യനിർവഹണ കേന്ദ്രവുമുണ്ട്. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ ഒരു കാര്യനിർവഹണ കേന്ദ്രമുണ്ട്. അതാണ് ജില്ലാ അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രം. ജില്ലാ അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രം DEOC എന്താണ്? ഇതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കാര്യനിർവഹണ കേന്ദ്രമാണ്. അപ്പൊ ഈ സ്ലൈഡ് ഒന്നും കൂടി ശ്രദ്ധിച്ചേ. 2005 ദുരന്ത നിവാരണ നിയമത്തിലെ ചാപ്റ്റർ 4 സെക്ഷൻ 25 അനുസരിച്ചിട്ടാണ് നമ്മുടെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഫോം ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന്റെ ചെയർപേഴ്സൺ ആരാണ്? ജില്ലാ കളക്ടർ ആണ് ഇതിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. കോ ചെയർപേഴ്സൺ ആരാണ്? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഇതിന്റെ കോ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ഇനി ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട നമ്മുടെ DDMA, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭരണപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ജില്ലാ കളക്ടറേറ്റുകളിലെ പ്രകൃതി ദുരന്ത വിഭാഗമാണ് കൈകാര്യം ചെയ്യുന്നത്. ഇനി ഇതിന്റെ കീഴിൽ എന്തുണ്ട്? ഒരു ജില്ലാ അടിയന്തര കാര്യനിർവഹണ കേന്ദ്രമുണ്ട്, DEOC ഉണ്ട്. നമുക്കറിയാം, നല്ല സിവിയർ ആയിട്ട് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? ഒരു മെസ്സേജ് വരാറുണ്ട്. DEOCന്റെ പേരിൽ എന്ത് ചെയ്യാറുണ്ട്? നമുക്കൊരു ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിന്റെ കീഴിൽ നിന്ന് ഒരു എന്ത് ചെയ്തു? അടുത്ത 24 മണിക്കൂറിൽ ശക്തമായിട്ടുള്ള ഒറ്റപ്പെട്ട മഴ, കാറ്റൊക്കെ വരാറുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ എല്ലാവരുടെ ഫോണിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരുന്നുണ്ട് അല്ലെ? അത് അയക്കുന്നത് ആരാണ്? ദുരന്തങ്ങളെ കുറിച്ചിട്ട് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകുക എന്നതാണ് ഈ കേന്ദ്രങ്ങളുടെ പ്രധാന ചുമതല. ശ്രദ്ധിച്ചേ, ദുരന്തങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകുക എന്നത് ആരുടെ പ്രവർത്തനമാണ്? ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അല്ലെങ്കിൽ DEOCന്റെ അവരുടെ കീഴിലുള്ള വിങ് ആണ്, കാര്യനിർവഹണ വിഭാഗമാണ് ഈ DEOC എന്ന് പറയുന്നത്. ഈ DEOCയുടെ ലക്ഷ്യമാണ് അതാത് പ്രദേശത്തിലെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്നതും ആര് തന്നെയാണ്? ജില്ലാ അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രമാണ്. ജില്ലാ അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രമാണ് അതിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത്. അപ്പോ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ക്ലിയർ അല്ലേ? ചാപ്റ്റർ 4 സെക്ഷൻ 25 പ്രകാരം 2016 മാർച്ച് 5-ന് ഫോം ചെയ്തു. ചെയർപേഴ്സൺ ജില്ലാ കളക്ടർ, കോ ചെയർപേഴ്സൺ ആരാ? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ഇതിനൊരു ടെക്നിക്കൽ വിഭാഗം അല്ലെങ്കിൽ ജില്ലാ അടിയന്തര കാര്യനിർവഹണ കേന്ദ്രം ഇവർക്കൊരു കാര്യനിർവഹണ കേന്ദ്രമായിട്ടുണ്ട്. ഇനി അവരുടെ ഉദ്ദേശം, അവരുടെ പർപ്പസ് എന്താണ്? ദുരന്തങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകുക എന്നതാണ് ഈ കേന്ദ്രത്തിന്റെ പ്രധാന ചുമതല എന്ന് പറയുന്നത്. പിന്നെ ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്നതും ഈ ജില്ലാ അടിയന്തര കാര്യനിർവഹണ കേന്ദ്രമാണ്.
ഇനി എന്താണ് ILDM എന്ന് ഞാൻ പറയാന്ന് പറഞ്ഞിരുന്നു അല്ലെ? 2 അംഗങ്ങൾ ഇതിൽ നിന്ന് വേണം നമ്മൾ പറഞ്ഞിരുന്നു. ഒരു മിനിറ്റ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. എന്താണ് ILDM എന്ന് മേ ബി നിങ്ങളോട് എന്ത് ചെയ്യാം? നിങ്ങളോട് ഫുൾ ഫോം ചോദിക്കാം. ILDM എന്താണ് എന്ന് മേ ബി ചോദിക്കാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് ILDM എന്ന് പറയുന്നത്. എന്താണ് ഈ ILDMന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്? എന്താണ് ഇവരുടെ പർപ്പസ് എന്ന് പറയുന്നത്? ഓക്കെ. അപ്പൊ എന്താണ് ILDMന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്? ദുരന്ത നിവാരണത്തിൽ പങ്കാളികളാവുന്നവർക്ക് പരിശീലനം നൽകുന്നതിനുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിർദ്ദേശപ്രകാരമാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്. ILDM ഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ ദുരന്ത നിവാരണത്തിൽ പങ്കാളികളാകുന്നവർക്ക് പരിശീലനം നൽകുന്നതിനായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ത് രൂപീകരിച്ചിട്ടുള്ളത്? ILDM രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ILDMന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ് ILDMന്റെ ആസ്ഥാനം. ILDMന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ് ILDMന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇനി ഇത് ആദ്യം രൂപം കൊണ്ടത് 1996 റവന്യൂ വകുപ്പിൽ ഒരു സ്വയംഭരണ പരിശീലന സ്ഥാപനമായിട്ടാണ് രൂപം കൊണ്ടത്. 1996 റവന്യൂ വകുപ്പിൽ ഒരു സ്വയംഭരണ പരിശീലന സ്ഥാപനമായിട്ട് രൂപം കൊണ്ടു. പിന്നെ ഈ സ്ഥാപനത്തിന്റെ പേര് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പുനർനാമകരണം ചെയ്തത് എപ്പോഴാ? 2007ലാണ്. എപ്പോഴാണ്? 2007ലാണ്. അപ്പൊ ILDMന്റെ പർപ്പസ് എന്താണ്? എന്താണ് ഉദ്ദേശം? ദുരന്ത നിവാരണത്തിൽ പങ്കാളികളാകുന്നവർക്ക് പരിശീലനം നൽകുന്നതിനായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിർദ്ദേശപ്രകാരമാണ് ആ രൂപം കൊണ്ടിട്ടുള്ളത്. ILDM രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. 2007 ഇതിന് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പേര് ലഭിച്ചത്. സെറ്റല്ലേ? പരിശീലനം നൽകുന്നതിനുള്ള കേന്ദ്രമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സുതാര്യവും സമയബന്ധിതവുമായ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ഉറപ്പുവരുത്തുന്നതിന് റവന്യൂ സർവേ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിജ്ഞാനം, കാര്യക്ഷമത, ഭരണ നൈപുണ്യം എന്നിവ വർദ്ധിപ്പിച്ച് സംസ്ഥാന സംവിധാനത്തെ കാര്യക്ഷമമാക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെയാണ് ILDM പ്രവർത്തിച്ചു വരുന്നത്. സുതാര്യവും സമയബന്ധിതവുമായിട്ട് ജനങ്ങൾക്ക് കാര്യങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് അവിടുത്തെ റവന്യൂ വകുപ്പിലുള്ള ഉദ്യോഗസ്ഥരുടെ വിജ്ഞാനം, അവിടുത്തെ കാര്യക്ഷമത, ഭരണ നൈപുണ്യം എന്നിവ വർദ്ധിപ്പിച്ചിട്ട് സംസ്ഥാന സംവിധാനത്തെ കാര്യക്ഷമമാക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെയാണ് ILDM പ്രവർത്തിച്ചു വരുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞു, കേരള സർക്കാർ ദേശീയ ദുരന്ത നിവാരണത്തിന് ഒരു നയം രൂപീകരിച്ചു. ആ നയം ഏതായിരുന്നു? വർഷം 2010 ആ 2010 നയം പ്രകാരം ദുരന്തങ്ങളെ എത്രയായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്? 5 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. 5 കാറ്റഗറി ആയിട്ട്. കാറ്റഗറി എത്രയായിട്ടാണ്? 5 കാറ്റഗറീസ് ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അപ്പൊ ഓരോ കാറ്റഗറി ഏതാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ടതാണ്. ഒന്നാമത്തെ കാറ്റഗറി, കാറ്റഗറി 1. കാറ്റഗറി 1ന് കീഴിൽ വരുന്നത് ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ. ദുരന്തങ്ങളെ നമ്മുടെ കേരളത്തിന്റെ ദുരന്ത നിവാരണ നയവുമായി ബന്ധപ്പെട്ട് 2010 നയവുമായി ബന്ധപ്പെട്ട് ദുരന്തങ്ങളെ 5 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ദുരന്തങ്ങൾ എത്ര തിരിച്ചിട്ടുണ്ട്? 5 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അത് 5 കാറ്റഗറി ആയിട്ടാണ്. കാറ്റഗറി 1ൽ ഉൾപ്പെടുന്നത് ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളാണ്. ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ വരുന്ന കാറ്റഗറി ഏതാണ്? കാറ്റഗറി 1. അപ്പൊ ജലം എന്ന് പറയുമ്പോൾ എന്തൊക്കെ പെടും? വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ്, വരൾച്ച, ഇടിമിന്നൽ. കാലാവസ്ഥയെ ബന്ധപ്പെട്ടതാണ് ഇടിമിന്നൽ, ഹിമപാതം, ഉഷ്ണക്കാറ്റ്, ശീതക്കാറ്റ്, കടലാക്രമണം, മേഘപാതം, പേമാരി. അപ്പൊ വരുന്നത് ഏതിലാ? ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ. വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ്, വരൾച്ച, ഇടിമിന്നൽ, ഹിമപാതം, ഉഷ്ണക്കാറ്റ്, ശീതക്കാറ്റ്, കടലാക്രമണം, മേഘപാതം, പേമാരി ഒക്കെ ഉൾപ്പെടുന്നത് ഏതിലാ? കാറ്റഗറി 1ലാണ് ഉൾപ്പെടുന്നത്. കാറ്റഗറി 1ലാണ്. കാറ്റഗറി 1 ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ. കാറ്റഗറി 2ഓ? കാറ്റഗറി 2 എന്താ വരുന്നത്? കാറ്റഗറി 2
കാറ്റഗറി 2 പെടുന്നത് എന്താ? കാറ്റഗറി 2 ഉൾപ്പെടുന്നത് ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ. നമ്മുടെ ഭൂമിയുടെ ഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ എന്തൊക്കെയായിരിക്കും? ഭൂകമ്പം, സുനാമി, മണ്ണിടിച്ചൽ, ഉരുൾപൊട്ടൽ, അഗ്നിപർവ്വത സ്ഫോടനം. അപ്പൊ നിങ്ങള് ആശ്ചര്യപ്പെടുന്നുണ്ടാവും. സുനാമി ഉൾപ്പെടുന്നത് ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തത്തിലല്ലേ? എന്തുകൊണ്ട് സുനാമി ഭൗമഘടനയുമായി ബന്ധപ്പെട്ടെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. സുനാമി ഉണ്ടാവാനുള്ള ബേസിക് കാരണം എന്താണ്? കടലിനടിയിൽ ഭൂകമ്പം ഉണ്ടാകുന്ന സിറ്റുവേഷനിലാണ് എന്തുണ്ടാവുന്നത്? കടലിനടിയിൽ ശക്തമായിട്ടുള്ള ഭൂകമ്പം ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് എന്ത് ഫോം ചെയ്യുന്നത്? സുനാമി ഫോം ചെയ്യുന്നത്. അപ്പൊ സുനാമി ഏതുമായിട്ട് കണക്റ്റഡ് ആണ്? ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തത്തിൽ കണക്റ്റഡ് ആണ്. ഓക്കെ. അപ്പൊ ഭൂകമ്പം, സുനാമി, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, അഗ്നിപർവ്വത സ്ഫോടനമൊക്കെ ഉൾപ്പെടുന്നത് കാറ്റഗറി 2 കാറ്റഗറി 2 എന്താ? ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ. ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളാണ് കാറ്റഗറി 2. ഭൂകമ്പം, സുനാമി, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ വരുന്നത് കാറ്റഗറി 2 അടുത്തത് കാറ്റഗറി 3. കാറ്റഗറി 3ൽ രാസ വ്യാവസായിക ആണവ ദുരന്തങ്ങൾ വരുന്നതാണ്. വ്യാവസായിക ആണവ ദുരന്തങ്ങളാണ് കാറ്റഗറി 3ൽ ഉൾപ്പെടുന്നത്. അതായത് കെമിക്കൽ, ഇൻഡസ്ട്രിയൽ, ന്യൂക്ലിയർ സംബന്ധമായിട്ടുള്ള ദുരന്തങ്ങൾ. അപ്പോൾ അവയുടെ നിർമ്മാണത്തിലോ അല്ലെങ്കിൽ സംസ്കരണത്തിലോ ഗതാഗതത്തിലോ എന്നിവയുടെയൊക്കെ അപകടകരമായിട്ടുള്ള വസ്തുക്കളുടെ ചോർച്ച. നമ്മുടെ ഇപ്പോ ഈ അടുത്ത് കപ്പൽ ദുരന്തമൊക്കെ ഉണ്ടായില്ലേ? അപ്പൊ അതൊക്കെ ഏതിലാ വരുന്നത്? വ്യാവസായിക ആണവ ദുരന്തത്തിൽ കാറ്റഗറി 3ലാണ് ഉൾപ്പെടുന്നത്. പിന്നെ നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഫാക്ടറികളെ തീപിടിക്കുക അങ്ങനെയൊക്കെ സംഭവിക്കില്ലേ? അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഈ വാതക ചോർച്ച ഒക്കെ ഉണ്ടാവുന്നത് ഏതിലാണ്? പിന്നെ ആണവ ദുരന്തങ്ങൾ, ചെർണോബിൽ ദുരന്തമൊക്കെ ഏതിലാ വരുന്നത്? ഈ വ്യാവസായിക ആണവ ദുരന്തത്തിലാണ് വരുന്നത്. ഭോപ്പാൽ ദുരന്തം പോലുള്ള ദുരന്തങ്ങൾ ഏതിലാ വരുന്നത്? വ്യാവസായിക ആണവ ദുരന്തത്തിലാണ് ഉൾപ്പെടുന്നത്. അപ്പൊ കാറ്റഗറി 1 എന്താ? ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ. വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ്, വരൾച്ച, ഇടിമിന്നൽ, ഹിമപാതം, ഉഷ്ണക്കാറ്റ്, ശീതക്കാറ്റ്, കടലാക്രമണം, മേഘപാതം, പേമാരിയൊക്കെ ഉൾപ്പെടുന്നത് കാറ്റഗറി 1 കാറ്റഗറി 2 ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സുനാമി ഉൾപ്പെടുന്നത് കാറ്റഗറി 2. ഭൂകമ്പം, സുനാമി, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, അഗ്നിപർവ്വത സ്ഫോടനം ഒക്കെ വരുന്നത് കാറ്റഗറി 2 കാറ്റഗറി 3 വ്യാവസായിക ആണവ ദുരന്തങ്ങൾ ഉൾപ്പെടുന്നത് കാറ്റഗറി 3 ഇനി കാറ്റഗറി 4 എന്താ ഉൾപ്പെടുന്നത്? കാറ്റഗറി 4 ഉൾപ്പെടുന്നതാണ് ജൈവാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ. ജൈവാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? പകർച്ചവ്യാധികൾ, ഭക്ഷ്യവിഷബാധ, വളർത്തുമൃഗങ്ങൾക്കുണ്ടാകുന്ന പകർച്ചവ്യാധികൾ, കീടങ്ങൾ മൂലമുള്ള വ്യാധികൾ ഒക്കെ വരുന്നത് ഏതിലാ? ജൈവാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ. അപ്പൊ നിങ്ങളോട് ചോദിക്കാം, COVID-19 ഉൾപ്പെടുന്നത് ഏത് കാറ്റഗറിയിലാണ്? ഏതിലാ? കാറ്റഗറി 4ലാണ്. COVID-19 ഉൾപ്പെടുന്നത് ഏതിലാണ്? ജൈവാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തത്തിലാണ്. ഏത് വരുന്നത്? കാറ്റഗറി 4ലാണ് ഉൾപ്പെടുന്നത്. പകർച്ചവ്യാധി, ഭക്ഷ്യവിഷബാധ, വളർത്തു മൃഗങ്ങൾക്കുണ്ടാകുന്ന പകർച്ചവ്യാധി, നമ്മുടെ പക്ഷിപ്പനി പോലുള്ളതൊക്കെ, പിന്നെ കീടങ്ങൾ മൂലമുണ്ടാകുന്ന വ്യാധികളൊക്കെ വരുന്നത് കാറ്റഗറി 4ലാണ്. വെട്ടുകിളി ആക്രമണമൊക്കെ വരുന്നത് ഏതിലാണ്? കാറ്റഗറി 4ലാണ്. അടുത്തത് കാറ്റഗറി 5. കാറ്റഗറി 5 എന്താ ഉൾപ്പെടുന്നത്? ചെറുതും വലുതുമായിട്ടുള്ള അപകട ദുരന്തങ്ങൾ. അത് മനുഷ്യന്മാരായിട്ട് ഉണ്ടാക്കുന്ന ദുരന്തങ്ങളില്ലേ? തീപിടുത്തം, കെട്ടിടങ്ങളുടെ തകർച്ച, സ്ഫോടനങ്ങൾ, പിന്നെ നമ്മുടെ വെടിക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ദുരന്തങ്ങൾ, പിന്നെ എയർ റോഡ് സെയിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ, ബോട്ട് അപകടങ്ങൾ, നമ്മുടെ നമ്മുടെ വിമാന അപകടം, ബോട്ട് അപകടം, പിന്നെ ഓയിൽ ചോർച്ച, വൈദ്യുത അപകടങ്ങളൊക്കെ വരുന്നത് ഏതിലാണ്? കാറ്റഗറി 5ലാണ് വരുന്നത്. ഓക്കെ. അപ്പൊ കാറ്റഗറി 5ൽ വരുന്നത് ചെറുതും വലുതുമായിട്ടുള്ള അപകട ദുരന്തങ്ങൾ, തീപിടുത്തം, കെട്ടിടങ്ങളുടെ തകർച്ച, സ്ഫോടനങ്ങൾ, ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വെടിക്കെട്ട്, പിന്നെ നമ്മുടെ വിമാന അപകടം, ബോട്ട് അപകടം ഒക്കെ വരുന്നത് ഏതിലാ? വൈദ്യുത അപകടങ്ങളൊക്കെ വരുന്നത് കാറ്റഗറി 5ലാണ്. എല്ലാം കൂടി കാറ്റഗറി ഓർത്ത് നോക്കിയാൽ കാറ്റഗറി 1 ജലവും കാലാവസ്ഥയും, കാറ്റഗറി 2 ഭൗമഘടന, കാറ്റഗറി 3 വ്യാവസായിക ആണവ ദുരന്തം, കാറ്റഗറി 4 ജൈവാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ, കാറ്റഗറി 5 ചെറുതും വലുതുമായിട്ടുള്ള മനുഷ്യനിർമ്മിതമായിട്ടുള്ള അപകട ദുരന്തങ്ങളാണ് കാറ്റഗറി 5ൽ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് വന്നിട്ടുണ്ട്? ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് സർക്കാരുകൾ കുറച്ച് റെഡ് അലർട്ട് ആണ്, ഗ്രീൻ അലർട്ട് ആണ്, ഓരോരോ അവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മെയിൻ ആയിട്ട് ഇത് വരുന്നത് എപ്പോഴാണ്? ഇപ്പോ
നമുക്ക് മെയിനായിട്ട് വരാറ് ഒന്ന് മഴക്കാലത്താണ് മെയിനായിട്ട് എന്ത് വരാറുള്ളത്? ഈ അലേർട്സ് വരാറുള്ളത്. മഴയുടെ അളവും അനുസരിച്ച് ഇന്ന് റെഡ് അലർട്ടാണ്, ഓറഞ്ച് അലർട്ടാണ്, യെല്ലോ അലർട്ടാണ് എന്നുള്ള രീതിക്ക് നമുക്ക് അലേർട്ടുകൾ സർക്കാർ പുറപ്പെടുവിക്കാറുണ്ട്. അതേപോലെ തന്നെ പിന്നെ നമുക്ക് വരാറുള്ളത് ഏതാ? നല്ല ചൂടുണ്ടാവുന്ന സമയത്തും ഇത്ര ചൂടാണ്, ഈ അലേർട്ടാണ്, ആ അലേർട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്ന സമയത്തും എന്ത് വരാറുണ്ട്? അലേർട്ടുകൾ വരാറുണ്ട്. അപ്പൊ ഓരോ അലേർട്ടിന്റെ കളേഴ്സിനെ കുറിച്ചിട്ടും അത് എന്താണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ഗ്രീൻ അലേർട്ട്, പച്ച അലേർട്ട് എന്താണ്? ജാഗ്രത പാലിക്കേണ്ട യാതൊരു സാഹചര്യവും നിലവിൽ ഇല്ല എന്നതാണ് ഗ്രീൻ അലേർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജാഗ്രത പാലിക്കേണ്ട സാഹചര്യം നിലവിൽ ഇല്ല എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി യെല്ലോ അലേർട്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ കാലാവസ്ഥയെ കരുതലോടെ നിരീക്ഷിക്കണം. കാലാവസ്ഥയെ കരുതലോടെ നിരീക്ഷിക്കുകയും വേണം. സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യണം. നമ്മൾ എവിടേക്കും എന്താണ് സർക്കാർ മുന്നറിയിപ്പുകൾ നൽകുന്നത് എന്നുണ്ടെങ്കിലൊക്കെ അതൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യുക? അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ ഭയപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെ ഈ അവസ്ഥയിലില്ല. അപകട സാധ്യത അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് മുന്നൊരുക്കങ്ങൾ എന്ത് ചെയ്യണം? നടത്തിക്കൊണ്ടിരിക്കണം. ഇപ്പൊ യെല്ലോ അലർട്ട് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് പേടിക്കാനുള്ളതൊന്നുമില്ല. എന്തായാലും എന്ത് ചെയ്യുക? ഒന്ന് 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 സൂക്ഷിച്ചിരിക്കുക. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഭയപ്പെടേണ്ട സാഹചര്യം ഒന്നുമില്ല. നമ്മുടെ സർക്കാർ എന്തൊക്കെയാണ് പറയുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? മുന്നൊരുക്കങ്ങൾ നടത്തിയാൽ മതി. ഇനി ഓറഞ്ച് അലർട്ട് എന്താണ്? ഓറഞ്ച് എന്ന് പറഞ്ഞാൽ അതീവ ജാഗ്രതാ മുന്നറിയിപ്പാണ്. അതീവ ജാഗ്രതാ മുന്നറിയിപ്പ് നമ്മൾ സുരക്ഷാ തയ്യാറെടുപ്പുകൾ എന്ത് ചെയ്യണം? തുടങ്ങണം. അപ്പൊ നമുക്ക് ഫ്ലഡിന്റെ സിറ്റുവേഷൻ ആണെങ്കിൽ, മഴ നല്ലം കൂടുന്ന സമയത്താണെങ്കിൽ നമ്മുടെ എമർജൻസി കിറ്റ് ഒക്കെ എന്ത് ചെയ്യണം? ഒരു എമർജൻസി കിറ്റ്, ഇപ്പൊ നമ്മുടെ ടോർച്ച്, ബാറ്ററീസ്, ഫോണ്, നമ്മുടെ നമുക്ക് അത്യാവശ്യം വേണ്ട സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യാം? എടുത്ത് സൂക്ഷിച്ച് നമുക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പാകത്തിന് എന്ത് ചെയ്യാം? എല്ലാം കീപ്പ് ചെയ്ത് വെക്കുക. അപ്പൊ സുരക്ഷാ തയ്യാറെടുപ്പുകൾ തുടങ്ങണം. പിന്നെ അപകട സാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ എന്ത് ചെയ്യണം? എമർജൻസി കിറ്റ് ഉൾപ്പെടെ തയ്യാറാക്കി അവസാനഘട്ട തയ്യാറെടുപ്പുകളും പൂർത്തീകരിച്ച് തയ്യാറായിട്ട് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനടി ആ സെക്കൻഡിൽ തന്നെ ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കണം നിൽക്കേണ്ടത്. പിന്നെ മാറ്റി താമസിപ്പിക്കൽ ഉൾപ്പെടെ അധികൃതർ ആരംഭിക്കുന്നതോടെ അതിന് വേണ്ട മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കേണ്ടതായിട്ടുള്ള ഘട്ടമാണ്. പിന്നെ രക്ഷാസേനകളോട് തയ്യാറെടുക്കാൻ ആവശ്യപ്പെടുന്ന ഘട്ടവും ഏത് തന്നെയാണ്? ഓറഞ്ച് അലേർട്ടിന്റെ സമയത്താണ്. ഓറഞ്ച് അലേർട്ടിന്റെ സമയത്താണ്. അടുത്ത കാറ്റഗറിയാണ് നമ്മുടെ റെഡ് അലർട്ട്. റെഡ് അലർട്ട് എന്താണ്? കർശന നടപടി സ്വീകരിക്കേണ്ട ഘട്ടം. കർശന നടപടിയാണ്. അപ്പൊ നമ്മൾ ആക്ഷൻ ചെയ്യേണ്ട, നമ്മൾ ഇത്രയും നേരം എന്തായിരുന്നു? പ്രിപ്പറേഷനിലായിരുന്നു. പ്രിപ്പറേഷനും അതുപോലെ തന്നെ മുന്നൊരുക്കത്തിലും ഒക്കെ ആയിരുന്നു. ഇതെന്താണ്? റെഡി ടു ആക്ഷൻ്റെതാണ്. അപ്പൊ കർശന നടപടി സ്വീകരിക്കേണ്ട ഘട്ടമാണ് റെഡ് അലർട്ട് എന്ന് പറയുന്നത്. ഇനി മാറി താമസിക്കാൻ തയ്യാറാകാത്തവർ എന്ത് ചെയ്യണം? ബലം പ്രയോഗിച്ചുകൊണ്ട് മാറ്റാൻ പോലീസിനും ഭരണകൂടത്തിനും നിർദ്ദേശം ലഭിക്കുന്ന സമയവും അതിന് രക്ഷാസേനകളെ വിന്യസിക്കുന്ന സമയം ഏത് തന്നെയാണ്? റെഡ് അലർട്ടിന്റെ ടൈമിലാണ്. പിന്നെ ക്യാമ്പുകൾ ആരംഭിക്കുക തുടങ്ങി എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കേണ്ട അപകട സൂചനയുള്ള സമയമാണ് റെഡ് അലർട്ട് എന്ന് പറയുന്നത്. തെറ്റല്ലേ? റെഡ് അലർട്ട് സെറ്റല്ലേ? അപ്പൊ ഇത്രയും അലേർട്ടുകൾ നിങ്ങക്കത് ഓപ്ഷൻ തന്നെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. ഇനി അടുത്തത് നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത് അലേർട്ടുകളെ കുറിച്ചിട്ട്, നമ്മുടെ മഴയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അലേർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. മഴയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പോ റെഡ് അലർട്ട് നമ്മളിപ്പോ പറഞ്ഞു. നമ്മൾക്ക് ആദ്യം മുതൽ തന്നെ പറയാം. വൈറ്റ് അലർട്ട്, ഗ്രീൻ അലർട്ട്, യെല്ലോ അലർട്ട്, റെഡ് അലർട്ട്. മഴയുമായിട്ട് ബന്ധപ്പെട്ട അലർട്ടുകളാണ്. അതായത് മഴ ഒട്ടും ഇല്ലാത്ത അവസ്ഥയാണ് വൈറ്റ് അലർട്ട്. മഴ ഒട്ടും തന്നെ ഇല്ലാത്ത അവസ്ഥയാണ് ഏതെന്ന് പറയുന്നത്? വൈറ്റ് അലർട്ട് എന്ന് പറയുന്നത്. ഒരു മഴയുമില്ല. ഇനി അടുത്തതോ? നമ്മൾ വാർണിംഗ് ഒന്നുമില്ല. ഒരു ആക്ഷനും വേണ്ട. അതായത് മിതമായിട്ട് വളരെ ലൈറ്റ് ആയിട്ട് മഴ പെയ്യുന്ന ഒരു അവസ്ഥയാണ് ഏതെന്ന് പറയുന്നത്? ഗ്രീൻ അലേർട്ട് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു വാർണിംഗും ഇല്ല, ഒരു ആക്ഷനും എടുക്കേണ്ട ആവശ്യമില്ലാത്തൊരു ഘട്ടമാണ് ഗ്രീൻ അലേർട്ട് എന്ന് പറയുന്നത്. നേരിയ മഴയായിരിക്കും അപ്പുണ്ടാവുള്ളൂ. ഇനി യെല്ലോ അലേർട്ട് എന്താണ്? നമ്മളെപ്പോഴും അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കേണ്ട, ഒരു സൂക്ഷ്മയോടെ കാലാവസ്ഥയൊക്കെ നിരീക്ഷിക്കേണ്ട ഒരു ഘട്ടമാണ് ഏതെന്ന് പറയുന്നത്? യെല്ലോ അലേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ മിതമായിട്ടുള്ള മഴയായിരിക്കും നമുക്ക് ലഭിക്കുക. മിതമായിട്ടുള്ള മഴ. മോഡറേറ്റ് റേഞ്ചിൽ എന്ത് ചെയ്യും? നമുക്ക് മഴ ലഭിക്കും. മോഡറേറ്റ് റേഞ്ചിൽ എന്ത് ചെയ്യും? നമുക്ക് അപ്പോൾ മഴ ലഭിക്കും. അടുത്ത ഘട്ടം എന്ന് പറയുന്നതോ? ഓറഞ്ച് അലേർട്ടാണ്. ഓറഞ്ച്. അലേർട്ട് ആയിട്ട് ഇരിക്കേണ്ട, പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കേണ്ട ഘട്ടമാണ് ഹെവി ടു വെരി ഹെവി. ശക്തമായ മുതൽ അതിശക്തമായിട്ടുള്ള മഴ വരെ ലഭിക്കുന്നതാണ്. ശക്തമായ മഴ മുതൽ അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്ന ഒരു ഘട്ടമാണ് ഓറഞ്ച് അലേർട്ട് എന്ന് പറയുന്നത്. ഇനി റെഡ് എന്ന് പറഞ്ഞാലോ? ആക്ഷൻ എടുക്കേണ്ട, വാർണിംഗ് എടുക്കേണ്ട സമയമാണ്. അവിടെ അതിശക്തമായിട്ടുള്ള മഴ മുതൽ എക്സ്ട്രീംലി ഹെവി റെയിൻ, അതിരൂക്ഷ മഴയിലേക്ക് മാറുന്ന ഒരു ഘട്ടമാണ് റെഡ് അലേർട്ട് എന്ന് പറയുന്നത്. അടുത്തതാണ് ഈ അലേർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റെയിൻഫോൾ റേഞ്ചസ് എന്ന് പറയുന്നത്. റെയിൻഫോൾ റേഞ്ചസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഏതാ?
ഗ്രീൻ അലേർട്ട് എന്ന് പറയുന്നത് ഏകദേശം 2.5 മില്ലിമീറ്റർ ടു 15.5 മില്ലിമീറ്റർ വരെയാണ്. ഗ്രീൻ അലേർട്ട് എന്ന് പറയുന്നത് 2.5 മില്ലിമീറ്റർ. അത് 2.5, അത് വൈറ്റ് അലേർട്ടിന്റെ ഇതിലാണ് ട്ടോ. വൈറ്റ് അലേർട്ട് ആണ്, സോറി. ഓക്കെ. അപ്പൊ വൈറ്റ് അലേർട്ടിന്റെ ഇതിലെന്താണ്? വൈറ്റ് അലേർട്ട് എന്ന് പറയുമ്പോൾ 2.5 ടു 15.5 മില്ലിമീറ്റർ ആണ് വൈറ്റ് അലേർട്ടിന്റെ സമയത്ത് നമുക്ക് ലഭിക്കുന്ന മഴയുടെ അളവെന്ന് പറയുന്നത്. വൈറ്റ് അലേർട്ടിന്റെ സമയത്ത് പറഞ്ഞാൽ നമുക്ക് അത് ഒട്ടുമില്ല. അതായത് എത്ര സെന്റിമീറ്റർ ആണ് ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ? 0.25 സെന്റിമീറ്റർ ടു 1.5 സെന്റിമീറ്റർ, ഇത്രയും റേഞ്ചിലുള്ള എന്തുള്ളത്? മഴയുള്ളത്. അപ്പൊ മേ ബി മില്ലിമീറ്ററിൽ മേ ബി ചോദിക്കാം, സെന്റിമീറ്ററിൽ മേ ബി ചോദിക്കാം. അപ്പോൾ വൈറ്റ് അലേർട്ട് നിങ്ങൾ പ്രത്യേകിച്ച് പഠിച്ചു വെക്കേണ്ട അവസ്ഥയൊന്നുമില്ല. ഗ്രീൻ അലേർട്ട് എന്ന് പറയുമ്പോഴോ? ഗ്രീൻ അലേർട്ട് എന്ന് പറയുമ്പോൾ 15.6 ടു 64.4 മില്ലിമീറ്റേഴ്സ് ആണ് ഗ്രീൻ അലേർട്ടിന്റെ സമയത്ത് നമുക്ക് ലഭിക്കുന്ന മഴ എന്ന് പറയുന്നത്. ഗ്രീൻ അലേർട്ട് എത്രയാണ്? ഇനി അതിനെ സെന്റിമീറ്റർ ആയിട്ട് കണക്കാക്കുകയാണെങ്കിലോ 1.56 സെന്റിമീറ്റർ ടു 6.44 സെന്റിമീറ്റർ വരെ മഴ. 1.5 സെന്റിമീറ്റർ, 1.5 സെന്റിമീറ്റർ മുതൽ 6.4 സെന്റിമീറ്റർ വരെ മഴയാണ് ഗ്രീൻ അലേർട്ടിൽ. ഇനി യെല്ലോ അലർട്ട് നമ്മൾക്ക് ഇതിനു മുൻപ് PSC ചോദിച്ചൊരു ചോദ്യമാണ്. യെല്ലോ അലർട്ടിൽ നമുക്ക് ലഭിക്കുന്ന മഴയുടെ അളവ് എത്രയാ? 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെയാണ്. അപ്പൊ ഏകദേശം സെന്റിമീറ്ററിൽ പറയുകയാണെങ്കിലോ 6.44 സെന്റിമീറ്റർ, 6.4 സെന്റിമീറ്റർ മുതൽ ഏത് വരെയാണ് യെല്ലോ അലർട്ടില്? 11.5 സെന്റിമീറ്റർ വരെ, 11.5 സെന്റിമീറ്റർ വരെ. 6.4 സെന്റിമീറ്റർ മുതൽ 11.5 സെന്റിമീറ്റർ വരെയാണ് ഏതിൽ വരുന്നത്? യെല്ലോ അലർട്ടിൽ വരുന്നത്. ഇനി ഓറഞ്ച് അലർട്ടിലോ? ഓറഞ്ച് അലർട്ടിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെയാണ്. അപ്പൊ അത് സെന്റിമീറ്റർ ആക്കുമ്പോഴോ? 11.5 സെന്റിമീറ്റർ മുതൽ 20.4 സെന്റിമീറ്റർ വരെ. 11.5 സെന്റിമീറ്റർ മുതൽ 20.4 സെന്റിമീറ്റർ വരെയാണ്. ഇനി റെഡ് അലേർട്ടിന്റെ സമയത്തോ? 20 സെന്റിമീറ്ററിലും കൂടുതൽ മഴ. 20 സെന്റിമീറ്ററിലും 20.4 സെന്റിമീറ്ററിലും കൂടുതൽ മഴ ലഭിക്കുന്ന സമയത്തിലാണ് റെഡ് അലർട്ട് സംഭവിക്കുന്നത്. 204.4 മില്ലിമീറ്റർ. അപ്പൊ രണ്ടിതിലും പഠിച്ചു വെക്കുക. ഏതെങ്കിലും ഒന്ന് പഠിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? കൺവേർട്ട് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ സെന്റിമീറ്ററിൽ പഠിക്കുന്നതാണ് കുറച്ചും കൂടെ എളുപ്പം. അപ്പോൾ 0.2 സെന്റിമീറ്റർ മുതൽ 1.5 സെന്റിമീറ്റർ വരെ വൈറ്റ് അലേർട്ട് ആണ്. പിന്നെ ഗ്രീൻ അലേർട്ടോ 1.5 സെന്റിമീറ്റർ മുതൽ 6.4 സെന്റിമീറ്റർ വരെയാണ്. പിന്നെ അടുത്തത് യെല്ലോ അലേർട്ട് ആണ്. യെല്ലോ അലേർട്ട് 6.4 സെന്റിമീറ്റർ മുതൽ 11.5 സെന്റിമീറ്റർ വരെയാണ്. പിന്നെ അടുത്തത് വരുന്നത് ഓറഞ്ച് അലർട്ടാണ്. ഓറഞ്ച് അലർട്ട് 11.5 സെന്റിമീറ്റർ മുതൽ 20.4 സെന്റിമീറ്റർ വരെയാണ്. റെഡ് അലർട്ട് 20.4 സെന്റിമീറ്റർ വരെയാണ്. മറക്കരുത്, 1.5 ടു 6.4 ഗ്രീൻ, 6.4 ടു 11.5 സെന്റിമീറ്റർ യെല്ലോ. പിന്നെ ഓറഞ്ച് എത്രയാ? 11.5 സെന്റിമീറ്റർ ടു 20.4 സെന്റിമീറ്റർ ആണ് ഓറഞ്ച് അലർട്ട്. റെഡ് അലർട്ട് 20.4 സെന്റിമീറ്ററിന് മുകളിലുള്ളതാണ് റെഡ് അലർട്ട് എന്ന് പറയുന്നത്. ഇത് ഓക്കെ. അപ്പൊ അടുത്തത് ദേശീയ ദുരന്ത നിവാരണത്തിൽ നടപടിയെടുക്കാൻ നിർദ്ദേശിക്കപ്പെട്ടുള്ള ക്രമം. ഇത് PYQ ആണല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഏത് ഓർഡറിലാണ് ദേശീയ ദുരന്ത നിവാരണത്തിൽ നടപടിയെടുക്കാൻ നിർദ്ദേശിക്കപ്പെടേണ്ടത്? അപ്പൊ ഒരു ദുരന്തം നടക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് തയ്യാറെടുപ്പാണ്. ആദ്യം തയ്യാറെടുപ്പ്, പിന്നെ പ്രതികരിക്കുക. ആ തയ്യാറെടുപ്പ് എന്ന് വെച്ചാൽ ഒരു ദുരന്തം നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതുമായിട്ട് നമ്മൾ റെസ്പോൺസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്താ? വീണ്ടെടുക്കൽ, പിന്നെ ലഘൂകരണം. അപ്പൊ ഈ ഒരു ഓർഡർ അങ്ങ് പഠിച്ചു വെച്ചേക്കണേ. ആദ്യം തയ്യാറെടുപ്പ്, പ്രതികരണം, വീണ്ടെടുക്കൽ, ലഘൂകരണം. ഈ ഒരു ഓർഡറിലാണ് പോവേണ്ടത്. അപ്പൊ ആദ്യം എന്താ തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞാൽ, ഒരു ദുരന്ത സാഹചര്യം നടക്കുകയാണെങ്കിൽ അതിനെ ഫലപ്രദമായിട്ട് നേരിടാൻ ഗവൺമെന്റും കമ്മ്യൂണിറ്റികളും അതിന്റെ എല്ലാ വകുപ്പുകളും എന്ത് ചെയ്യണം? വേഗത്തില് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പ്രാപ്തരായിട്ട് നിൽക്കണം. അപ്പൊ അതെന്തിനും വേഗത്തില് തയ്യാറെടുപ്പുകൾ നടക്കണം. എല്ലാ വകുപ്പുകളും ഒരുമിച്ച് ചേർന്ന് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? തയ്യാറെടുത്ത് മുൻകൈ എടുത്ത് നിൽക്കണം. എല്ലാ കാര്യങ്ങളും റെഡി ടു ഗോ ആയിട്ട് നിൽക്കണം. പദ്ധതികൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ വികസനം, സാധനങ്ങളുടെ പരിപാലനം, ഉദ്യോഗസ്ഥരുടെ പരിശീലനം, അങ്ങനെ എല്ലാ അപകട സാധ്യതകളുടെ പ്രദേശത്തുള്ള തിരച്ചിലൊക്കെ എന്ത് ചെയ്യണം? നമ്മുടെ നടപടികൾ എന്ത് ചെയ്യണം? തയ്യാറെടുപ്പ് സ്വീകരിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം? എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ, ഒരു ദുരന്തം നടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതുമായിട്ട് പ്രതികരിക്കണം.
അത് തയ്യാറെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്താണ്? റെസ്പോൺസ് ആണ്, പ്രതികരണമാണ്. ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിക്കുക, അടിയന്തര വൈദ്യസഹായം ഉറപ്പിക്കുക, വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം നടത്തുക, ഒക്കെ നടക്കേണ്ട ഇതാണ് ഏതെന്ന് പറയുന്നത്, പ്രതികരണ ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ഈ പ്രതികരണ ഘട്ടത്തിലാണ്. അപ്പൊ ആദ്യം തയ്യാറെടുപ്പ്, പ്രിപ്പയർ ആയിട്ട് ഇരിക്കുക. ദെൻ അധികടുത്ത് എന്താണ്, അതിനെതിരെ പ്രതികരിക്കുക. ആ ഒരു സംഭവം, ദുരിതാശ്വാസ ക്യാമ്പുകൾ, വൈദ്യസഹായം, ആളുകളുടെ ഇപ്പൊ നല്ല കൂട്ടത്തോടെ ജനങ്ങൾ നിൽക്കുകയാണെങ്കിൽ അതിനെതിരൊക്കെ ജനക്കൂട്ടം നിയന്ത്രിക്കുക എന്ന് വേണ്ട പർപ്പസ് എല്ലാം ചെയ്യുന്നത് എപ്പോഴാണ്? പ്രതികരണ ഘട്ടത്തിലാണ്. പിന്നെ വീണ്ടെടുക്കലാണ്. ദുരന്തം നടന്നു കഴിഞ്ഞു. അപ്പൊ പുനരധിവാസം, അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങൾ വീണ്ടെടുക്കുക, എല്ലാം പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റിയെടുക്കേണ്ട ഒരു ഘട്ടമാണ് ഈ വീണ്ടെടുക്കൽ എന്ന് പറയുന്ന ഘട്ടം. എല്ലാം പഴയപടി ആക്കിയെടുക്കാൻ, പുനരധിവാസം, ജീവിത സാഹചര്യം പൂർവ്വസ്ഥിതിയിൽ എത്തിക്കാൻ എന്നിവയാണ് നമ്മുടെ ഈ വീണ്ടെടുക്കൽ ഘട്ടത്തിലെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. ഇനി ലഘൂകരണം, മിറ്റിഗേഷൻ. ലഘൂകരണം അഥവാ മിറ്റിഗേഷൻ. ഈ സമയത്ത് എന്തുവാ നമ്മൾ ചെയ്യേണ്ടത്? ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപേ ശ്രദ്ധിക്കേണ്ടതും പാലിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത് ഈ ലഘൂകരണ ഘട്ടത്തിലാണ്. ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, പരിപാലിക്കണം എന്നൊക്കെ ഒരുള്ള ഘട്ടമാണ് ഈ ലഘൂകരണ ഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഇന്റൻസിറ്റി വളരെയധികം എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാനായിട്ട് സാധിക്കും. വീണ്ടും ഒരു ദുരന്തം ഉണ്ടാവുന്ന സമയത്ത് ഇതിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഘട്ടം സാധിക്കും. അപ്പൊ ആദ്യം തയ്യാറെടുപ്പ്, പ്രതികരണം, വീണ്ടെടുക്കൽ, ലഘൂകരണം ഒക്കെ വരുന്നത് ഈ ദേശീയ ദുരന്ത നിവാരണത്തിലെ നടപടിയുടെ ക്രമങ്ങളാണ്. അപ്പൊ ഇത് പ്രത്യേകം ഈ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുക. തയ്യാറെടുപ്പ് പ്രിപ്പറേഷൻ, പ്രതികരണം റെസ്പോൺസ്, വീണ്ടെടുക്കൽ റിക്കവറി, ലഘൂകരണം മിറ്റിഗേഷൻ എന്ന് പറയുന്ന ഈ സ്റ്റേജുകൾ എന്ത് ചെയ്യുക? പ്രത്യേകം ഓർത്ത് വെച്ചിരിക്കുക. തയ്യാറെടുപ്പ്, പ്രതികരണം, വീണ്ടെടുക്കൽ, ലഘൂകരണം. അടുത്തത് നമുക്കറിയാം, ഒരു ദുരന്തം നടന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന സേനകൾ ആരൊക്കെയാ? നമ്മുടെ പോലീസ് സേനകളുടെ പുറമെ നമുക്കറിയാം NDRF, SDRF എന്നൊക്കെ പറഞ്ഞ് കുറെ നിങ്ങൾ സേനകളെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ദുരന്ത പ്രതികരണ സേനകൾ ഏതൊക്കെയാണ്? ഒന്ന് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. ഈ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് അഥവാ NDRF 2006 രൂപം കൊണ്ടത്. NDRF ഫോം ചെയ്തത് 2006 ഫോം ചെയ്തിട്ടുള്ളത്. 2008 ഫെബ്രുവരി 14 NDRF ചട്ടങ്ങളുടെ വിജ്ഞാപന പ്രകാരം NDRFനെ ഒരു ദുരന്ത പ്രതികരണവുമായി ബന്ധപ്പെട്ട ചുമതലയ്ക്ക് മാത്രം ഒരു സമർപ്പിത സേനയാക്കി മാറ്റി. അപ്പൊ NDRF ഫോം ചെയ്തത് 2006. ഇതിനെ ദുരന്ത നിവാരണ സേന, ഇതിനെ മാത്രമായിട്ട് ചുമതലപ്പെട്ട ഒരു സേനയാക്കി മാറ്റിയത് എപ്പോഴാണ്? 2008 ഫെബ്രുവരി 14. 2008 ഫെബ്രുവരി 14 ഇതിനായിട്ട് വേണ്ടിയിട്ട് ഒരു സേനയായിട്ട്, ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ട് സമർപ്പിത സേനയാക്കി മാറ്റിയത് എപ്പോഴാണ്? 2008 ഫെബ്രുവരി 14 ഇങ്ങനത്തെ ഒരു സേനയാക്കി മാറ്റിയത്. ഇനി ഇതിന്റെ ആസ്ഥാനം എവിടെ? NDRFന്റെ ആസ്ഥാനം അന്ത്യോദയ ഭവൻ, ന്യൂഡൽഹിയിലാണ്. NDRFന്റെ ആസ്ഥാനം എവിടെയാണ്? അന്ത്യോദയ ഭവൻ, ന്യൂഡൽഹിയിലാണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ തലവൻ ആരാണ്? സാധാരണയായിട്ട് ഒരു IPS ഉദ്യോഗസ്ഥനാണ് NDRFന്റെ തലവനായി നിൽക്കുന്നത്. ഇതിന്റെ തലവൻ ഡയറക്ടർ ജനറൽ ആണ്. NDRFന്റെ തലവൻ ആരാണ്? ഡയറക്ടർ ജനറൽ ആണ് ഇതിന്റെ തലവൻ എന്ന് പറയുന്നത്. ഇനി ഇത് പ്രവർത്തിക്കുന്നത് നമ്മുടെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലാണ് NDRF പ്രവർത്തിക്കുന്നത്. NDRF പ്രവർത്തിക്കുന്നത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലാണ് ഈ NDRF പ്രവർത്തിക്കുന്നത്. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് NDRF 2006 ഫോം ചെയ്തിട്ടുള്ളത്. ഇനി 2008 ഫെബ്രുവരി 14 ഇതിനൊരു NDRF ദുരന്ത പ്രതികരണ സേനയായിട്ട്, സമർപ്പിത സേനയായിട്ട് എന്ത് ചെയ്തു? ഇതിനെ മാറ്റുകയും ചെയ്തു. ഇതിന്റെ ആസ്ഥാനം അന്ത്യോദയ ഭവൻ, ന്യൂഡൽഹിയിലാണ്. തലവൻ ആരാണ്? ഡയറക്ടർ ജനറൽ ആണ്. നമ്മുടെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലാണ് NDRF എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുകയും ചെയ്തത്. പിന്നെ നമ്മുടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് അഥവാ SDRF. SDRF ദുരന്ത പ്രതികരണത്തിനുള്ള ഒരു ഡെഡിക്കേറ്റഡ് ഫോഴ്സ് ആണ് സംസ്ഥാന ദുരന്ത നിവാരണ സേന. SDRF എന്ന് പറയുന്നത് ദുരന്ത പ്രതികരണത്തിനുള്ള ഒരു ഡെഡിക്കേറ്റഡ് ഫോഴ്സ് ആണ് സംസ്ഥാന ദുരന്ത നിവാരണ സേന എന്ന് പറയുന്നത്. അപ്പൊ ഈ സേനനെ നമുക്ക് സംസ്ഥാന പോലീസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ഈ സേനയെ നമുക്ക് സംസ്ഥാന പോലീസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല? നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്?
മറ്റേത് നമ്മൾ പറഞ്ഞു അന്ത്യോദയ ഭവൻ ന്യൂഡൽഹിയിലാണെന്നല്ലേ. എസ് ഡി ആർ എഫിന്റെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് എന്ന സ്ഥലത്താണ് SDRF നിലവിൽ പ്രവർത്തിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് എന്ന സ്ഥലത്താണ് SDRF നിലവിൽ പ്രവർത്തിക്കുന്നത്. ആകെ എത്ര അംഗങ്ങളുള്ളത്? 100 അംഗങ്ങളാണ് ഈ സേനയിലുള്ളത്. ഇതിന്റെ അധ്യക്ഷൻ ആരുടെ കീഴിലാണ്? ആഭ്യന്തര വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ആഭ്യന്തര വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഇനി ഈ സേനയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത് ആരാണ്? അത് സൂപ്രണ്ട് ഓഫ് പോലീസ് ആണ്. സൂപ്രണ്ട് ഓഫ് പോലീസ് ആണ് ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നത്. ഈ സേനയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നത് സൂപ്രണ്ട് ഓഫ് പോലീസ് ആണ്. പിന്നെ ഇവർക്ക് പരിശീലനം നൽകുന്നത് ആരാ? ദേശീയ ദുരന്ത നിവാരണ സേനയാണ് ഇവർ സംസ്ഥാന സേനയിലെ അംഗങ്ങൾക്ക് എന്ത് കൊടുക്കുന്നത്? പരിശീലനം നൽകുന്നത്. അപ്പൊ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ഒരു ഡെഡിക്കേറ്റഡ് ദുരന്ത പ്രതികരണത്തിന് വേണ്ടിയുള്ള ഒരു ഡെഡിക്കേറ്റഡ് ഫോഴ്സ് ആണ് സംസ്ഥാന ദുരന്ത നിവാരണ ഫോഴ്സ് എന്ന് പറയുന്നത്. ദൈനംദിന ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് എന്ന സ്ഥലത്താണ് SDRF നിലവിൽ പ്രവർത്തിക്കുന്നത്. ആകെ 100 അംഗങ്ങളാണ് ഉള്ളത്. അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കീഴിലാണ്, ആഭ്യന്തര വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഈ സേനയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത് സൂപ്രണ്ട് ഓഫ് പോലീസ് ആണ്. പരിശീലനം നൽകുന്നത് ദേശീയ ദുരന്ത നിവാരണ സേനയുമാണ് പരിശീലനം നൽകുന്നത്. ഇനി സന്നദ്ധ സേന എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മുടെ എന്താ 2018 പ്രളയത്തിന് ശേഷം നമുക്ക് 2020 ജനുവരി 1 കേരള സർക്കാർ സാമൂഹിക സന്നദ്ധ സേന സൃഷ്ടിക്കുകയും അതിനായിട്ടൊരു ഡയറക്ടറേറ്റ് സ്ഥാപിക്കുകയും ചെയ്തു. അപ്പൊ സന്നദ്ധ സേന എപ്പോഴാണ് രൂപീകരിച്ചത്? 2020 ജനുവരി 1 സന്നദ്ധ സേന രൂപീകരിച്ചത് 2020 ജനുവരി 1 കേരള സർക്കാർ സാമൂഹിക സന്നദ്ധ സേന സൃഷ്ടിക്കേണ്ടായിരുന്നു. അതിന് ഒരു ഡയറക്ടറേറ്റ് സ്ഥാപിക്കുകയും ചെയ്തു. ഇതിനായിട്ട് രൂപീകരിച്ച ഓൺലൈൻ പോർട്ടലാണ് കേരള സന്നദ്ധ സേന. നമുക്കതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ ഒരു പോർട്ടൽ നമുക്ക് എന്ത് ചെയ്യാൻ മതി? രജിസ്റ്റർ ചെയ്താൽ മതി. അപ്പൊ ഇതിനായിട്ട് രൂപീകരിച്ച ഓൺലൈൻ പോർട്ടലാണ് കേരള സന്നദ്ധ സേന എന്ന് പറയുന്നത്. ദുരന്ത സമയത്തും പ്രതിസന്ധി ഘട്ടങ്ങളിലും സന്നദ്ധ സേവനങ്ങളിലൂടെ ജനങ്ങളെ സഹായിക്കുക എന്നതാണ് സന്നദ്ധ പോർട്ടൽ ആരംഭിച്ചതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. കുറച്ചും കൂടെ ആളുകൾ കൂടുതലായിട്ടും അതിന് എഫക്റ്റീവായിട്ട് പങ്കെടുക്കുന്നതിനും ജനങ്ങളെ പെട്ടെന്ന് സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് സന്നദ്ധ പോർട്ടൽ ആരംഭിച്ചതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത് രൂപീകരിച്ചത് 2020 ജനുവരി 1 ഓൺലൈൻ പോർട്ടൽ കേരള സന്നദ്ധ സേന എന്നതുമാണ്. ഓക്കെ, ഇത്രയുമാണ് മെയിൻ ആയിട്ട് നമുക്ക് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് പറയാനുള്ളത്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഏറ്റെടുക്കേണ്ട പ്രധാനപ്പെട്ട ദുരന്തങ്ങൾ ഏതൊക്കെയാണ്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഏറ്റെടുത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ദുരന്തങ്ങൾ ഏതാണ്? ഒന്ന് സൂര്യാഘാതമാണ്. ഒന്ന് സൂര്യാഘാതം. 2 ശക്തമായ കാറ്റ്. 3 മണ്ണൊലിപ്പ്. 4 കടൽക്ഷോഭം. 5 ഇടിമിന്നൽ. 6 തീരശോഷണം. ഓക്കെ, അപ്പൊ നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഏറ്റെടുക്കേണ്ട പ്രധാനപ്പെട്ട ദുരന്തങ്ങളാണ് സൂര്യാഘാതം, ശക്തമായ കാറ്റ്, മണ്ണൊലിപ്പ്, കടൽക്ഷോഭം, ഇടിമിന്നൽ, തീരശോഷണം ഒക്കെ. ഇതും കൂടെ ഓർത്ത് വെക്കുക. അത് നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. നമ്മളിപ്പോ കടലിൽ മെയിൻ ആയിട്ട് പോകുന്നത് അവിടുത്തെ നമ്മൾ എന്തിനാണ് മെയിനായിട്ട് ഫോറിനേഴ്സ് ഒക്കെ കടലിൽ പോകുന്നത് എന്തിനാ? നമുക്ക് ആ ഒരു സണ്ണിനെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സൂര്യാഘാതം കണക്ട് ചെയ്യാം. പിന്നെ കടലുള്ളത് എന്താണ്? ശക്തമായിട്ടുള്ള കാറ്റ്. പിന്നെ അതിന്റെ തീരത്ത് എന്തുണ്ടാവും? മണ്ണൊലിപ്പ് ഉണ്ടാവും. അപ്പം എന്തുകൊണ്ടാണ് മണ്ണൊലിപ്പ് ഉണ്ടാവുന്നത്? കടൽ നന്നായിട്ട് ക്ഷോഭിക്കുന്നത് കൊണ്ട് കടലിന്റെ തീരത്ത് എന്തുണ്ടാവും? മണ്ണൊലിപ്പ് ഉണ്ടാവും. മണ്ണൊലിപ്പ് ഉണ്ടായാൽ തീരശോഷണവും ഉണ്ടാവും. മണ്ണൊലിപ്പ് ഉണ്ടായാൽ അവിടെ തീരശോഷണം ഉണ്ടായിരിക്കും. പിന്നെ കടലിൽ നല്ല ഇടിയും മഴയൊക്കെ, കടലിൽ ശക്തമായ കാറ്റിന് കൂടെ എന്തുണ്ടാവും? ഇടിമിന്നലൊക്കെ എവിടെ ഉണ്ടാവും? കടലുണ്ടാവും. കണക്ട് ചെയ്താൽ മതി. അപ്പൊ സൂര്യാഘാതം, ശക്തമായിട്ടുള്ള കാറ്റ്, മണ്ണൊലിപ്പ്, കടൽക്ഷോഭം, ഇടിമിന്നൽ, തീരശോഷണം ഒക്കെ നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഏറ്റെടുത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ദുരന്തങ്ങളാണ്. ഇത്രയുമാണ് പ്രധാനമായിട്ടും ഈ ഒരു
ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് പറയുന്നത് ഓക്കെ, അതിന്റെ ഘടന, അതിലുള്ള ആളുകളെ നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെച്ച് ചെയ്യാട്ടോ. ഏതൊക്കെയാണ് ഇതിലുള്ള അംഗങ്ങൾ, എന്തൊക്കെയാണ് ഇതിന്റെ സംഭവങ്ങളൊക്കെ, ഈ ഒരു അംഗങ്ങളെ പ്രത്യേകം നമ്മുടെ ചീഫ് മിനിസ്റ്റർ, ചീഫ് സെക്രട്ടറി, പിന്നെ നമ്മുടെ ആരാ ഹോം മിനിസ്റ്റർ, ഹോം സെക്രട്ടറി, റവന്യൂ മിനിസ്റ്റർ, റവന്യൂ സെക്രട്ടറി, പിന്നെ നമ്മുടെ കാർഷിക വകുപ്പ് മന്ത്രി, കാർഷിക സെക്രട്ടറി ഇല്ല, പിന്നെ നമ്മുടെ സംസ്ഥാന സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേറ്റിംഗ് സെന്ററിന്റെ ഹെഡ് സയന്റിസ്റ്റ് മെമ്പർ സെക്രട്ടറി ആണ് എന്ന് പ്രത്യേകം ഓർത്ത് വെച്ചേക്കുക. ഈ അംഗങ്ങളൊക്കെ പ്രത്യേകം ഓർത്ത് വെച്ച് പഠിക്കുക കേട്ടോ. ഇതിന്റെ ചെയർമാൻ ആരാണ്? കേരള മുഖ്യമന്ത്രിയാണ്. റവന്യൂ വകുപ്പ് മന്ത്രി വൈസ് ചെയർമാനും. സിഇഒ ആരാണ്? അത് നമ്മുടെ ചീഫ് സെക്രട്ടറിയുമാണെന്ന് പ്രത്യേകം ഓർത്ത് വെച്ചേക്കുക. എന്നാ ഇത് രൂപം കൊണ്ടത് എപ്പോഴാ? എന്നായിരുന്നു രൂപം കൊണ്ടത്? 2007 മെയ് 4 രൂപം കൊണ്ടത്. ഇതിന്റെ ആപ്തവാക്യം ടുവേർഡ്സ് എ സേഫർ സ്റ്റേറ്റ് എന്നാണ്. തിരുവനന്തപുരത്തെ ഒബ്സർവേറ്ററി ഹിൽസ് ആണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത്രയുമാണ് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. താങ്ക് യു ഓൾ.